37. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. العجب كل العجب ممن يهرب ممن لا انفكاك له عنه ويطلب ما لا بقاء له معه فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. അൽ അജബ് കുല്ലുൽ അജബ്, അത്ഭുതമായ അത്ഭുതം മുഴുവനും മിമ്മൻ ഒരാളുടെ കാര്യത്തിലാണ്. യഹ്റുബു അവൻ ഓടിപ്പോകുകയാണ്. ആരിൽ നിന്ന്? മിമ്മൻ ഒരു റബ്ബിൽ നിന്ന്. എങ്ങനത്തെ റബ്ബ്? ലംഫിക്കാക്കലഹു അൻഹു, ആ റബ്ബിനെ തൊട്ട് അവൻ ഒരു കാരണത്താൽ ഒഴിഞ്ഞു പോകാൻ കഴിയൂല. റബ്ബിനെയും പൊട്ടിട്ട് ഒഴിഞ്ഞു പോയാൽ ഇവർക്ക് നിലനിൽപ്പില്ലല്ലോ. അപ്പൊ ഒരു കാരണത്താലും ഒഴിഞ്ഞു പോകാൻ സാധ്യമാവാത്ത റബ്ബിൽ നിന്ന് ഇവൻ ഓടി ഒളിക്കുക. ഇതല്ലേ അജബായ അജബ്. അതാരാണ് മമ്മൻ ലംഫിക്കാക്കലഹു എന്ന് പറഞ്ഞത്? ആരാണ്? വഹുവല്ലാഹു തആല. അപ്പൊ ഈ ഓടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അള്ളാഹനെ തൊട്ട് ഓടലും അടുക്കലും ഇങ്ങനെ തടികൊണ്ടുള്ള പരിപാടി ഇല്ലല്ലോ. അതിന് മുമ്പ് സൂറത്ത് വന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ കൊണ്ടാണ് ഈ ഓട്ടം എന്നുള്ളത്. അള്ളാഹുവിനെ പിരിയുന്നവരുണ്ടല്ലോ. എന്നിട്ടോ മയത്തുലബ് മാലാ ബഖാലഹു മഅഹു, അള്ളാഹുവിനോടൊപ്പം അല്ല അവനോടൊപ്പം അവശേഷിക്കാത്തൊരു കാര്യത്തിനെ തേടി പിടിക്കുകയും ചെയ്യുന്നു. ഏതാ തേടി പിടിക്കുന്ന സാധനം? ബഹുബദ്ദുഞ്ഞ. അതെന്ത് ശേഖരിച്ചു വെച്ചാലും ഇവനോടൊപ്പം ബക്കാൻ ഉണ്ടാവില്ലല്ലോ. ഏറി പറഞ്ഞാൽ ലാച്ചോടൊപ്പം 2 കഷ്ണം കഫന്റെ തുണിയല്ല ഉണ്ടാവില്ല. അതാണ് ദുന്യാവെന്ന് പറഞ്ഞ സാധനം. അതിനെ തേടി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനകത്ത് ഒഴിഞ്ഞു മാറാൻ കഴിയാൻ പറ്റാത്ത ആ അള്ളാഹുവിൽ നിന്ന് ഇവന് ഒളിച്ചോടുകയും ചെയ്യുന്നു. ഇതാണ് അജമായ അജബ് മുഴുവൻ. പിന്നെ വഹുവദ്ദുഞ്ഞ വകുല്ലു ശൈഇൻ സിവൽ മൗല, മൗലയല്ലാത്ത എല്ലാ വസ്തുക്കളും ആ കൂട്ടത്തിൽ പെട്ടു. ഇത് ദുന്യാവ്. അതെങ്ങനെയാ? അതിനെ തേടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ബിഅൻ യുഖ്മില അലാ ശഹവാതിഹി വയത്തബിഅ ഹവാഹു, അവന്റെ ശഹവാത്തിന്റെ മേൽ അവൻ മുഖം കുത്തി വീഴുന്നു, അവന്റെ തടിഹവാനം പിൻപറ്റുകയും ചെയ്യുന്നു. അതാണ് ഇത് യത്ലുബു അതിന്റെ സുഹൃത്ത്. മനസ്സിലായില്ലേ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമുക്കിവിടെ പറയുന്നത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, ഇത് ആയത്താണ്. പുറമേയുള്ള കണ്ണല്ല കുരുടാവുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ, ഉള്ളിലുള്ള കണ്ണാണ് കുരുടായിട്ടുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞത്. അപ്പോ ഉള്ളിലുള്ള കണ്ണ് കുരുടായ കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നത്. ബസീറത്ത് കുരുടായിപ്പോയി. അതാ ആ ഇന്നദാലിക നാശിയും മിൻ നമാ ഖൽബിഹി, അവന്റെ കൽബിന്റെ കുരുടിനാൽ ഉണ്ടായി തീർന്നതാണ് ഇത്. വവുജൂദി ജഹ്ലിഹി ബി റബ്ബിഹി, റബ്ബിനെ കൊണ്ടുള്ള ജഹലും ഉണ്ടായ കാരണത്തിന് വേണ്ടിയിട്ടാണ്. അതാ ഏറ്റവും ഹൈറായ ഒന്നിനെ ഉപേക്ഷിച്ചു കൊണ്ടിട്ട് ഏറ്റവും താണു സാധനത്തിന് അവൻ പകരം തേടിയിരിക്കുന്നവനാണ് ഇവൻ. ഒരിക്കലും ബഖായില്ലാത്ത നശിച്ചു പോകുന്ന ഒരു സാധനത്തിനെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അലൽ ബാക്കി, ബാക്കിയാകുന്ന സാധനത്തിനേക്കാൾ. ഇങ്ങനെയുള്ള ബാക്കി അല്ലതി ലംഫിക്കാക്കലഹു അൻഹു, ഒരു കാരണത്താലും അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറാൻ നിവൃത്തിയില്ലാത്ത ബാക്കിയാകുന്ന സാധനത്തിനേക്കാൾ. അപ്പൊ വലവുക്കാനത്ത് ലഹു ബസീറത്തുൻ, അലക്കാഴ്ച അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അക്കത്തെല്ലാം കാര്യം നേരെ തിരിച്ചായിരുന്നു ഉണ്ടാവേണ്ടത്. സുമ്മക്കാല, ഇനി മുമ്പ് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഉപേക്ഷിച്ചു മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങി. എന്നുവെച്ചാൽ ഈ ഉദ്ദേശത്തിനല്ല, ഈ ഉദ്ദേശത്തിനാണ് ശരിക്കുന്നത് അമൽ ചെയ്യുന്നത്. എന്നാ ഓർ പറയുന്നത് അള്ളാഹു അല്ലാത്ത ഈ സാധനമായാലും ഈ സാധനമായാലും രണ്ടും അള്ളാഹു അല്ലാത്ത വിഷയത്തെ രണ്ടും സമാണ്. അപ്പൊ ഒന്നിനൊന്നും മുൻതൂക്കൊന്നുമില്ല. ഇതാ അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവന്റെ സ്ഥിതി എന്താണ്? ചക്കിന് കെട്ടിയ മൂലിന്റെ മാതിരി എന്ന് പറയുന്നില്ലേ? അവൻ ദിവസം സഞ്ചരിക്കുന്നുണ്ടാകും, പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും സ്ഥലം മാറിയിട്ടുണ്ടാവില്ല. ഇതേമാതിരി കഠിനാധ്വാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, ഇവനിക്ക് ഒരു പുരോഗതി കിട്ടാൻ പോകുന്നില്ല. ഓരോ പ്രവർത്തനങ്ങളെ കൊണ്ടും അള്ളാഹുവിലേക്കുള്ള തഖർറുബ് കരുതിക്കൊണ്ട് പോകാത്ത കാലത്തോളം ഇവന് സ്റ്റാൻഡേർഡ് വരില്ല എന്ന് പറയും ആ അമല് കൊണ്ട്.
അതാ ثم قال رضي الله عنه لا ترحل من كون الى كون. ഒരു കൗനിൽ നിന്ന് മറ്റൊരു കൗനിലേക്ക്, ഇവിടെ കൗന കൊണ്ട് ഉദ്ദേശിച്ച പടപ്പ്, അല്ലാഹു പടച്ച ഒരു കാര്യത്തിൽ നിന്ന് അവൻ തന്നെ പടച്ച മറ്റൊരു കാര്യത്തിലേക്ക് നീ യാത്ര പോക്കൊണ്ട് കാര്യമില്ല. എന്താ മുപ്പർ ഉദ്ദേശിക്കുന്നത്? അന്നൽ അമലൽ മുസാഹിബലി ദിയാഇ വനഹ്വിഹി മഗ്മൂമുൻ. ദിയാവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന അമല് ദിയാഇനെ കൂട്ടത്തിൽ വനഹ്വിഹി ദിയാവ് പോലോത്തതിനും സുന്നത്തോ അല്ലെങ്കിൽ വേറെ തന്നെ സ്ഥാനമാനങ്ങളോ പൈസ കിട്ടലോ എന്തോ ആവട്ടെ, ദിയാകാകുന്ന അവസരത്തിൽ മറ്റുള്ള ആൾ കാണല, കണ്ടിട്ട് ഇവൻ ഈ അമല് മുഖേന മറ്റവന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിക്കലാന്ന് ഒരു ദിയാഇലുണ്ടായി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ കാണിക്കാനുണ്ടാവില്ല, കേൾക്കാനുണ്ടാവില്ല, പ്രശസ്തിയിൽ കൂടി. വേറെന്തെങ്കിലും കാര്യലാഭാണ് വനഹരിഹി. ഇങ്ങനെയുള്ള അമല് മദ്മൂമൻ, അത് ആക്ഷേപാർഹമാണ്. ഗൈറ മുഅ്തദിൻ ബിഹി ശറഅൻ, ശറഇൽ അത് കണക്കിലെടുക്കപ്പെടാത്തതുമാണ്, അല്ലേ? അപ്പൊ ഫൈദാ ജാഹദൽ മുരീദു നഫ്സഹു, മുരീദായ ഒരാള് നഫ്സിനോട് ജിഹാദ് ചെയ്യും. ഹത്താ ഖലുസ മിൻ ദാലിക, അങ്ങനെ റിയാഇൽ നിന്നും സുംഅത്തിൽ നിന്നെല്ലാം അവ രക്ഷപ്പെട്ടു, അല്ലേ? അപ്പൊ ഒന്നിന്നോ യാത്ര വിട്ടു ഒരു ലക്ഷ്യത്തിൽ നിന്ന്. പക്ഷെ വലാകിൻ ഖസദ ബിഹിൽ ജസാഅ വദ്ദറജാത്ത്, പ്രതിഫലം കിട്ടലിനെയും ദറജാത്ത് കിട്ടലിനെയുമാണ് ഈ അമല് കൊണ്ടോ കരുതിയത്. അത് ഉപാധികളെ കൊള്ള ചേർത്തിട്ട് നൈല റുതബൽ അലിയത്തവൽ മഖാമാത്ത്, ഉന്നതമായ റുതബകളും മഖാമാത്തും കിട്ടലാണ് ലക്ഷ്യം. അതാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബയ്യാൾ ചെയ്ത് ചേർത്തു, ഇതല്ലേ? എന്നാലും ലം യസൽ മദ്മൂമൻ അയ്ലൻ അൻദൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ അടുക്കൽ അതും മദ്മൂമാണ്. അപ്പൊ ഒരു കൗനിൽ നിന്ന് മറ്റൊരു കൗനിലേക്ക് കയറിയെന്നല്ലാണ്ട് പ്രത്യേക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. വൽ മഹമൂദു, സ്തുത്യർഹമായത് ഏതാണ്? ബിഹി വജഹല്ലാഹി തആല, അല്ലാഹുവിന്റെ വജഹിനെ മാത്രം ലക്ഷ്യം വെക്കലാണ് ഇവിടെ സ്തുത്യർഹമാണ്. മറ്റേ രണ്ടും അക്ഷയബർഹമാണ്, മദ്മൂമാണ്. കൗനിൽ നിന്ന് കൗനിലേക്കുള്ള യാത്ര പോക്കിനെ സംബന്ധിച്ച് ഇവിടെ മാനസികമായ യാത്രയാണ്, കത്തുകൊണ്ടുള്ള യാത്രയാണ്, തവജ്ജുഹിന്റെ യാത്ര എന്ന് പറയും. ശരീരം കൊണ്ട് പോകുന്നതല്ലോ. അതിനെ മൂപ്പർ തസ്ബീഹാക്കുന്നു ബിഖൗലി ഫതകൂനു കഹിമാരിർ റഹാ യസീർ. ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആത്തങ്കല്ലിന്റെ ചുറ്റുപാട്ട് കിടക്കുന്ന കഴുതയില്ലേ, ആ കഴുതന്റെ മാതിരിയായി മാറും. റഹ എന്ന് പറഞ്ഞാൽ താഹൂൽ, ആത്തുങ്കല്ല്. ആത്തുങ്കല്ല് ചുറ്റിലിങ്ങനെ മില്ലിലൊക്കെ ചുറ്റുന്ന ചക്കിന് കിട്ടുന്ന മോരി എന്നാ പറയല്ലേ, ആ മോരി ഒരു ദിവസം എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അതെന്നാ താഴെ ഇരുന്ന് അല്പം പോലും മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ, മാതിരി ഉണ്ടാവില്ല. അപ്പൊ അതിനെന്നെ ആ വജുഹുശബഹ് ഉണ്ടാകുമല്ലോ, ഇങ്ങനെയായി ആ വജുഹുശബഹിനെ എടുത്ത് പറയുന്നു. എന്ത് വിഷയത്തിലാണ്? നീ എവിടുന്നാണോ യാത്ര തുടങ്ങിയത് അവിടത്തേക്ക് ഞാൻ തിരിച്ചെത്തുന്നത്, ഇതല്ലേ? അപ്പൊ വൽ മക്കാനുല്ലദി ഇർതഹല ഇലൈഹി, നീ എവിടത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോകുന്നത് ആ സ്ഥലം ഹുവല്ലദി ഇർതഹല മിൻ, അവിടെ തന്നെയാണ് യാത്ര ആരംഭിച്ചത്. ഇവിടെ നിങ്ങൾ ആരംഭിക്കുക, ഇവിടെ നിങ്ങൾ ആരംഭിച്ചൊരു യാത്ര ചെയ്ത് എത്തുന്നിടത്തേക്കാണ് ഇവിടത്തേക്ക് തന്നെയല്ലേ. അപ്പൊ ഇതേമാതിരിയാണ് കൗനിൽ നിന്ന് കൗനിലേക്ക് യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന ഫലം ഇതാണ്. അമലുലി തളബിൽ ജസാഇ, ഒരമല് എന്തിനുള്ള അമല്? ജസാവ് തേടിക്കൊണ്ടുള്ള അമലിൽ നിന്നുണ്ട്. ഫീഹി റഹീലുൻ മിൻ കൗനിൻ, ഒരു കൗനിൽ നിന്നുള്ള യാത്ര പോക്കുണ്ടായി. ഏതാ കൗനി? റിയാദ് വനഹബിഹി, ഈ കൗനിൽ മറ്റൊരു കൗനിലേക്ക്. വഹുവ, ഏതാ മറ്റൊരു കൗനി എന്ന് പറയുന്നത്? മാ ദുഃഖിറ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത്? കസ്തുൽ ജസാ, ദറജാത്ത്, അല്ലെങ്കിലോ ഉന്നതമായ റുതുബ, മഖാമാത്ത്, അതാണ് മാ ദുഃഖിറ. മിൻ തലബിൽ ജസാഇ വസം, ഇത് തലബിൽ ജസാഇ അർത്ഥമുണ്ട്. ഇതിങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? വസബബുഹു, ഇങ്ങനെ അവനുണ്ടാക്കി തീർക്കുന്നതിന്റെ കാരണം ബഖായ നുഫൂസ്, നഫ്സ് ബാക്കിയായിരിക്കുന്നുണ്ട്. നഫ്സ് തീർന്നിട്ടില്ല ഇവിടെ, നഫ്സിന്റെ ഹന്തവിടെ ബാക്കിയുണ്ട്, അതാണ് ഇതിന്റെ കാരണം. നഫ്സ് തേടിക്കളയും അമല് മുഖേന തേടും. റുതുബത്തൻ ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ റുതുബത്തെ തേടും. വക്കുല്ലുദാലിക മിനൽ അക്വാൻ, ആ തേടുന്ന കാര്യങ്ങളെല്ലാം എന്ത് തന്നെ? അത് അക്വാനിപ്പെട്ടത് തന്നെയാണ്. വൽ അക്വാനു കുല്ലുഹാ മുതസാവിയത്തുൻ ഫീ കൗനിഹാ അഗ്യാറൻ, അക്വാനുകൾ എല്ലാം അഗ്യാറാണെന്ന വിഷയത്തിൽ എല്ലാം സമം തന്നെയാണല്ലോ.
പക്ഷെ ഒന്ന് മറ്റേതിനേക്കാളും കുറച്ച് മേത്തരാകുന്നേ ഉള്ളൂ. സീതയിൽ മേത്തറോ എന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്നാൽ ഇച്ഛയ്ക്ക് തന്നെയല്ല ഞാൻ പറഞ്ഞത് വക്കാനിന്റെ പൂസാണെന്ന്. അപ്പൊ പിന്നെ എവിടുന്ന് എങ്ങോട്ടാ യാത്ര പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ. അക്വാനിൽ നിന്ന് മുക്കബിനിലേക്കാണ് നിന്റെ യാത്ര ഉണ്ടാവേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യല്? നിന്റെ അമലിനെ മൗലയായ അള്ളാഹുവിന് വേണ്ടി മാത്രം നീ ഇഖ്ലാസാക്കുക. ദൂന ഹമ്മിൻ ആജിലിൻ, ദുന്യവിയായ ഒരു ഹമ്മിനെയും കൂടാതെ. അതാണ് ആജിൽ. ഔ ആജിലിൻ, അല്ലെങ്കിൽ പാരത്രികമായ ഒരു ഹമ്മിനെയും കൂടാതെ. ഫമൻ അമില ലിഅജ്ലി ദറജാതി അവിൽ മഖാമാതി, ദറജാത്തുകൾക്ക് വേണ്ടിയോ മഖാമാത്തുകൾക്ക് വേണ്ടിയോ ഒരാൾ അമൽ ചെയ്താൽ ഫഹുവ അബ്ദുല്ലാഹ്, അവൻ അതിന്റെ അടിമയാണ്. വമൻ അമില ലില്ലാഹി ഫഹുവ അബ്ദുല്ലില്ലാഹി, അല്ലാഹു തആലാക്ക് വേണ്ടിയാണോ അമൽ ചെയ്യുന്നതെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അടിമയാണ്. അപ്പൊ ഫഹുവ റാഹിലുൻ മിനൽ അക്വാനി ഇലൽ മുക്കബ്ബിൽ, അവനെ സംബന്ധിച്ചിടത്തോളം അക്വാനിൽ നിന്ന് മുക്കബ്ബിലേക്ക് യാത്ര ചെയ്യുന്നവനാണെന്ന് പറയാലോ. ആ യാത്രക്ക് അറ്റമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറം അവരെ വാന്നയില റബ്ബിക്കൽ മുൻതഹ, എല്ലാത്തിന്റെ മുൻതഹ അല്ലാഹു ആണ്. മനസ്സിലാക്കട്ടെ. ഒരാഴ്ച അവന്റെ യാത്ര അള്ളാഹുവിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ആയത്തിൽ പറഞ്ഞ മാനക്കനുസരിച്ചാണ് അവൻ എത്തിയത്. മുൻതഹ അള്ളാഹിലേക്ക് എത്തിയത്. യാത്രന്റെ അപ്പുറത്തെ ബിഖിലാഫിൽ മുർത്തഹലി മിൻ കൗനിൻ ഇലാ കൗനിൻ, ഒരു കൗനിൽ നിന്ന് മറ്റൊരു കൗനിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എവിടത്തേക്ക് എത്തുന്നു? ഇവിടുത്തന്നെ തുടങ്ങിയത്തിലേക്ക് എത്തും. ഫൈനഹു ഗൈറു മുൻതഹിൻ, മിന്നത്തൂന്ന് വെച്ചതല്ലേ. ഫൈനഹു ഗൈറു മുൻതഹില്ലഹു, അള്ളാഹുവിലേക്ക് അറ്റമാവാത്തവനാണ്. വലാ വാസിലിലൈഹി, അള്ളാഹുവിലേക്ക് വസൂലില്ലാത്തവനുമാണ്. എന്നിട്ട് അതിന് ഒരു ഹദീസാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. وانظر إلى قوله صلى الله عليه وسلم فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله. ഇതായിരിക്കാണ് ഇഖ്ലാസ് കാരണം പറ്റിയവർ. അതായത് നമ്മുടെ ചിത്തില് കൗനിൽ നിന്ന് മുക്കമിലേക്ക് യാത്ര ചെയ്താൽ ഉദാഹരണമാണ് ഈ ഹദീസിൽ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഒരുത്തന്റെ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായി. എങ്ങനെയായി? ബിൽ ഖസ്ദി വന്നിയത്ത് കൊണ്ട് അള്ളാഹിനെ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ്. അപ്പൊ ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, അവന്റെ ഹിജ്റ ബാക്കിയില് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടുമുള്ള ഹിജ്റ തന്നെയായി. ഫഹിയ മഹ്മൂദത്തുൻ, മുഅത്തദ്ദൻ ബിഹിയായ അർഹമായ അമലായി തീർന്നു. ഇനി ആദ്യം പറഞ്ഞതാണ് ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹാ, ഇവന്റെ നേടിയെടുക്കുവാനുള്ള ദുനിയാവിലേക്കായി അവന്റെ യാത്ര. അല്ലെങ്കിൽ അഭിമ്രാത്തി യതസവ്വജുഹ, ഇവന് വിവാഹം ചെയ്യുവാനുള്ള ഒരു സ്ത്രീനെ കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ ഹിജ്റത്തുഹു, അവന്റെ ഹിജ്റ ഇലാ മാ ഹാജറ ഇലൈഹി, എങ്ങോട്ടാണോ ഹിജ്റ പോയത് അതിലേക്ക്. ദുനിയാവിലേക്കാണോ ദുനിയാവിലേക്ക്, ഇമ്രാത്തിലേക്കാണോ ഇമ്രാത്തിലേക്ക്. അപ്പൊ എന്തായി? ഇവ പുറപ്പെട്ട നാട്ടിൽപ്പെട്ട സാധനം തന്നെയാണല്ലോ ഈ ദുനിയാവ്, അല്ലേ? അതിൽപ്പെട്ട സാധനം തന്നെയല്ലേ ഇമ്രാത്തും. പറഞ്ഞ് ചട്ടിയിലൊട്ടിയ പോലിനോട് ശരിയല്ലേ? കൗലഹു അനി. അപ്പൊ ഇവിടെ ഏത് ഭാഗം ചിന്തിക്കാനുള്ളത്? ഒന്നാമത്തെ രണ്ടാമത്തേതിനെ വേണ്ടിയാണ് മുമ്പ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഫഖ്ഹം കൗലഹു അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗല് നീ ശരിക്ക് ചിന്തിക്കുകയും വതഅമ്മൽ ഹാദൽ അംറ, ഈ കാര്യത്തിൽ നിന്ന് വേണ്ട പോലെ ഊട്ടി വിചാരിക്കൂ. ഇൻ കുൻത ഫഹ്മിൻ, നീ ഫഹ്മുടയവനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. യാനി അന്ന ഫീ ഹാദിൽ ഹദീസി തംബീഹൻ അലൽ മഅനൽ മദ്കൂർ എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ഹിക്മത്തിൽ പറഞ്ഞ ആ മാനന്റെ മേലിൽ തമ്പി ഈ ഹദീസ് തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പൊ ഹദീസിന്റെ മാനയെ മുപ്പർ മറ്റു ചെയ്തി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതിൽ എവിടെയാ ചിന്തിക്കാൻ പറയുന്നത്? മൗലിനുള്ളി വർത്താനി ഇത് ചിക്കുത്താനി വമൻകാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹാ എന്ന് പറഞ്ഞ രണ്ടാം ശിക്ഷയിലാണ് ചിന്തിക്കണം എന്ന് പറയുന്ന കേന്ദ്രം നടത്തുന്നത്. അതിനെ അവിടെ ചിന്തിക്കാൻ പറയുന്നത് ഒന്നാമത്തെ പറഞ്ഞതില് ചിന്തിക്കേണ്ട കൂടുതലില്ല, കാരണം അത് വളരെ വ്യക്തമാണ്. വമൻകാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി തന്നെ. അതിനെ മുൻതഹ തന്നെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞേക്കില് മുൻതഹ പറഞ്ഞില്ല. ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് കിടക്കിയില്ല. ഒരു ലക്ഷ്യമില്ല അവിടെ. മറ്റേത് ലക്ഷ്യമുണ്ട് ഇവിടെ ഇലല്ലാഹി വറസൂലിഹി. മറ്റേതൊക്കെ ലക്ഷ്യം അവന്റെ ഹിജ്റ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാണ്.
എങ്ങോട്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ലക്ഷ്യബോധമില്ലല്ലോ. അവിടെയാ ചിന്തിക്കാൻ പറഞ്ഞത്. അവിടെ വ്യക്തമായിട്ടില്ല, ഒരു മുബഹമാണ്. അത് പറയും എന്താ ഫഇന്ന മാനാഹു അന്നഹു ലാ നസീബ ലഹു മിനൽ വുസൂലി വൽ ഖുർബി. അള്ളാഹുവിന്റെ വുസൂലിൽ നിന്ന് ഖുർബിൽ നിന്ന് അവന്റെ യാതൊരു അവകാശവും കിട്ടിയില്ല എന്നാണ്. അല്ലദീ ഹദിയ ബിഹി മൻ ഹാജറ ഇലല്ലാഹി വറസൂലിഹി. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയ ഒന്നാമത്തെ ആൾക്ക് കരസ്ഥമാക്കിയ ആ ഖുർബും വുസൂലും രണ്ടാമത്തെ ആൾക്ക് കിട്ടിയില്ല. ശരിയല്ലേ? അപ്പൊ വക്കഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെയായി നബ്ബഹ ബിദ്ദുനിയ. ഇവിടെ രണ്ടെണ്ണം, ഒന്ന് ദുന്യാവും ഒന്ന് ഇമ്രാത്തും അടീനും. അതുകൊണ്ട് ദുന്യാവിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യം തന്നെയുള്ളൂ. ഇനി മറ്റു ഫർളുകളെല്ലാം ഇത് വന്നു. അലാ ഹുദൂദിൻ നഫ്സി, നഫ്സിന്റെ മൊത്തത്തിലുള്ള അതിലേക്ക് സൂചിപ്പിച്ചതാണ്. രണ്ട് സാമ്പിൾ പറഞ്ഞു. ബിൽ വുഖൂഫി മഅഹ, അതിനോടൊപ്പം നിൽക്കലുകൊണ്ട്. കായനത്തമ്മാക്കാനത്ത്, അത് ദുന്യാവോ ഇമ്രാത്തോ ആവണമെന്നില്ല, എന്തായാലും കണക്ക് തന്നെയാണ്. അപ്പൊ ഫഖൗലുഹു ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി എന്ന് ഒന്നാമത് പറഞ്ഞില്ലേ, അത് ഹുവ മഅനൽ ഇർതിഹാൽ മിനൽ അക്വാനി ഇലൽ മുകബ്ബിൽ. അക്വാനിൽ നിന്ന് മുകബ്ബിലിലേക്കുള്ള യാത്ര പോക്കിന്റെ സൂചനയാണ്. അല്ലദീ ഹുവ മഖ്ലൂഖും മിനൽ അബ്ദ്, അത് അബ്ദിൽ നിന്ന് വേറെപ്പെട്ടതാണ്. വഹുവ മുസർറഹും ബിഹി, അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖൗലുഹു ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് പറഞ്ഞത് രണ്ടാമത്തെ. അതായത് ഹുവൽ ബഖാഉ മഅൽ അക്വാൻ, അക്വാനോടൊപ്പം തന്നെ കെട്ടിത്തിരിഞ്ഞ് അമല് വഹിച്ചു. അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് തന്നെ നീങ്ങില്ല. അതിൽപ്പെട്ട ഒന്നിൽ തന്നെ ഒന്നിന് കെട്ടിത്തിരിയ, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഒരു ലക്ഷ്യം വരുമ്പോൾ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അതാണ് തനക്കുരി. വഹുവ മുശാറും ബിഹി, അത് ഇഷാറത്ത് മാത്രമേ ഉള്ളൂ. വൈറു മുശാറഹിൻ, അത് കുറച്ച് വ്യക്തമാക്കിയിട്ടില്ല. മനസ്സിലില്ലേ? അപ്പം വലമ്മാക്കാണ് അതിനർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ചിന്തിക്കുന്നത് പറഞ്ഞത്. വലമ്മാക്കാണ് ഹാസിലുമാ തഖദ്ദമ, ചുരുക്കത്തിൽ മുസന്നിഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? തലബു റഫ്ഇൽ ഹിമ്മത്തി അനിൽ ഖൽഖി, പടപ്പുകളെയും വെട്ടി ഇവന്റെ ഹിമ്മത്ത് കംപ്ലീറ്റ് ഉയർത്തിക്കളയണം. അവനായിട്ട് പാഠം ബാക്കി വെച്ചാൽ പറ്റൂല. വതഅല്ലുഖുഹാ ബിൽ മലിക്കിൽ ഹഖായ, അല്ലാഹുമായി മാത്രം ബന്ധിക്കുകയും ചെയ്യുക എന്നാണ് മുപ്പർ പറയുന്ന അർത്ഥം. പടപ്പുകളെ തൊട്ട് റഫ്ഇൽ ഹിമ്മത്താണ് ഏത് പറഞ്ഞത്? നീ കൗനിൽ നിന്ന് കൗനിലേക്ക് യാത്ര ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. വലാകിൻ ഇർഹൽ മിനൽ അക്വാനി ഇലൽ മുകബ്ബിലാണ് വതഅല്ലുഖുഹാ ബിൽ മലിക്കിൽ ഹഖ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി വഅബ്ലഹുമാ യൂസിലു ഇലാ ഹാദിഹിൽ മർതബത്തി, ഈ മർതബത്തിലേക്ക് ചേർക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തിയുള്ള കാര്യം ഏതാണ്? വസീല സുഹബത്തുൽ ആരിഫീന ബില്ലാഹി തആല, അല്ലാഹു ആരിഫീങ്ങളുമായുള്ള സുഹബത്തല്ലാത്ത വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് അമറ ബിഹാ, മൂപ്പർ അതുകൊണ്ട് കൽപ്പിക്കുകയാണ്. ഈ ലിംനി ഖൗലിഹി, അടുത്ത മത്തിൽ എന്താണ്? ലാ തസ്ഹബു മൻ ലാ യുൻഹികുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു എന്ന് വാക്കിൽ എഴുതുന്നു. ആരോടാണ് സുഹബത്ത് കെട്ടേണ്ടത്? ആരെത്ര തർക്കാരുണ്ടാകും? ഒന്നെങ്കിൽ ഇവനോട് തുല്യമായ ആളുണ്ടാകാം, അല്ലെങ്കിൽ ഇവനേക്കാണ് ഉന്നതന്മാരായ ആളുണ്ടാകും, എല്ലാം താണ ആൾക്കാരുണ്ടാകും. താണ ആൾക്കാരോട് സുഹബത്ത് കെട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. താണ ആൾക്കാരോട് സുഹബത്ത് കെട്ടിയാൽ എന്താ? അവന് ഒരു ഇവനാടത്തും രാജാവായിട്ടുണ്ടാകും. അപ്പൊ ഞാൻ കൂടാൻ പോയ അവരേക്കാണ് മെച്ചപ്പെട്ട ആളെ ഞാനെന്ന് താരതമ്യം ചെയ്യും. സമമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ടൊന്നും പ്രത്യേകം പഠിക്കാനില്ല. സമം എന്ന് പറഞ്ഞാൽ താരതമ്യേന ആണ് ഉദ്ദേശിക്കുന്നത്. അവയോ ഇതിനെ പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലാഹിറായ അമല് എന്നെ കൂട്ടിയിട്ടുണ്ടല്ല, ചിലപ്പോൾ എന്നിലില്ലാത്ത ഒരു മഹിമ അറ്റിയാക്കുണ്ട്, ഒരു മഹിമത്താണ്. അതാണ് ഉന്നതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാ നിലക്കും ഉന്നതി എന്നുള്ളത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമില്ല. അത് പിന്നെ അമ്പ്യാക്കൾ കൊണ്ടില്ല. എന്നിലില്ലാത്തൊരു കാര്യം നൗഷാദിനുണ്ടെങ്കിൽ ആ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടാം. മറ്റൊരു കാര്യത്തിൽ സമമാകാം, അത് കേട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് ഉന്നതന്മാരായ ആളുകളുടെ കൂടെയാണ് കൂടേണ്ടത്. ആ ഉന്നതമായ ആളെ ഹാലെന്തായിരിക്കണം എന്നാ പറയുന്നത്? ഒന്ന് അദ്ദേഹത്തിന് ഹാലുണ്ടാകും, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മക്കാലുണ്ടാകും. ഹാല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രകടമാകുന്ന ജീവിതത്തിന്റെ ടോട്ടലാണ് ഇത് ഹാല്. അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കിട്ടുന്ന വാചകങ്ങളാണ് ഇത് മക്കാല്. അപ്പോ ഹാലും മക്കാലും കൊണ്ട് നോക്കി എന്തിനാണ് മുൻതൂക്കം വേണ്ടത്? ഹാലിന്. അപ്പം നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ മാതിരി ഹാലിന്റെ വർധനവും മക്കാലിന്റെ കുറവും ഉണ്ടാവേണ്ടി.
അപ്പോൾ അയാൾ മൗനമാണെങ്കിൽ ഹാല് നിന്നെന്താക്കും? പ്രചോദനം നൽകും. അത് ചിലപ്പോൾ മുണ്ടൊന്നുണ്ടാവില്ല, പക്ഷെ ഹാല് നിനക്ക് പ്രചോദനം നൽകും. മുണ്ടിയാലോ നിനക്ക് അള്ളാഹുവിലേക്ക് ചേർക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആ വിശദീകരണത്തിൽ കോഴിക്കൽ കിട്ടിച്ചു. ഈ രണ്ട് വസ്തുയില്ലേ എന്നാ ആരൊക്കെ കൂടിക്ക് യാതൊരു ഫലമില്ല. കൂടെ കിട്ടേണ്ടത് എന്താന്ന്? ഒന്നിക്കൽ അദ്ദേഹത്തിന്റെ ഹാല് നിന്നെ പ്രചോദനം നൽകണം, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചാൽ അള്ളാഹുവിന്റെ മേൽ ദലാലത്ത് ചെയ്തു അറിയിച്ചു തരണം. അപ്പൊ ഹാല് കൊണ്ടും മക്കാല് കൊണ്ടും നിനക്ക് ഉപകാരം കിട്ടണമെന്ന് പറഞ്ഞിരുന്നു. താമസിക്കൊണ്ടാലേ ദറജാത്ത് അതിന് പൂർണ്ണമാകുന്നുള്ളൂ. അപ്പൊ ഇമ്മന്താമൊന്നും മാനുണ്ടായിട്ട ആറ്റയോ ആറ്റം വെറുക്കിച്ചോടത്തിനില്ലടെ. പിന്നെ അപ്പൊ ലാ തസഹബ്, നീ സുഹബത്ത് കെട്ടരുത്. മൻ ഒരാളുള്ളൂ. എങ്ങനത്തെ ആളാണ്? ലാ യുൻഹിലുക ഹാലുഹു, അദ്ദേഹത്തിന്റെ ഹാല് നിന്നെ തട്ടി ഉണർത്തിയിട്ട് പ്രചോദനം നൽകുന്നുണ്ടല്ലോ. നിന്റെ ഈ മടിയെല്ലാം മാറ്റിയിട്ട് ഇൻഹാദ്, അത് റൈസിംഗ് എന്ന് പറയാം. വലാ യദുല്ലുക, അറിയിച്ചു തരുന്നുമില്ല. അലല്ലാഹി, അള്ളാഹുവിന്റെ മേലിൽ മക്കാലുഹു, അദ്ദേഹത്തിന്റെ സംസാരം. ഈ രണ്ട് വസ്തുവൊക്കാത്ത ആളെ കൂടി യാതൊരു ഫലവുമില്ല. നിന്നെ ചീത്തയാക്കാനേ അത് വ്യാപല സമയം കളയാൻ. അതെങ്ങനെയാ? ലാ യദുല്ലുക്കയുടെ സൂറത്താ പറയും. ബിഅല്ലാ യകൂന ഹാലുഹു വഹിമ്മത്തുഹു, നീ സ്വഹബത്ത് കെട്ടാൻ ഉദ്ദേശിക്കുന്ന മസ്ഹബുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഹാലും അദ്ദേഹത്തിന്റെ ഹിമ്മത്തുമായില്ല. മുതഅല്ലിഖത്തൻ ബില്ലാഹി തആല, അല്ലാഹുമായി ബന്ധപ്പെട്ടതല്ല അദ്ദേഹത്തിന്റെ ഹാല്. ഓൾക്ക് ദുനിയാവിനെ വാരിക്കൂട്ടല്ല ഹാലില്ല നോമ്പൂപ്പുള്ളത്. അതോടൊപ്പം മക്കാലുഹു, അദ്ദേഹത്തിന്റെ മക്കാലുമല്ല. ലാ യദുല്ലു അലൈഹി, അള്ളാഹുവിന്റെ മേൽ അറിയിച്ചു തരുന്നുമില്ല. എപ്പം ദുനിയാവിന്റെ പരാതി പാടാനേ അവന്റെ വാക്കുമ്പത്തിൽ ഇരുന്നുള്ളൂ. വൈകാനമിനൽ ഉദ്ബാദി വസ്സുഹാദ്, ആ പറയപ്പെട്ട വ്യക്തി വലിയ ആബിദീങ്ങളിലോ സാഹിത്യങ്ങളിലോ പെട്ട ആളോ ആകും. പക്ഷേ മോർക്ക് ഈ പറയപ്പെട്ട കമാറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഇത് രണ്ടും മുത്തുന്ന പേരും ഈ ഉബ്ബാദോ സുഹാദോ ആയിട്ടുണ്ടാകുകയും ചെയ്യില്ല. എന്നാൽ നമുക്ക് വിരോധമില്ല, നമുക്ക് ഇത് രണ്ടും കിട്ടിയാൽ മതി. മുരീദ്, ഒരു മുരീദിന് അദ്ദേഹത്തിനുമായുള്ള സ്വഹബത്ത് മൻഹിയുന്നൻഹ, അത് വിരോധിക്കപ്പെട്ടതാകുന്നു. ബിഖിലാഫി സ്വഹബത്തി മൻ, ഒരുത്തന്റെ സ്വഹബത്തിന്റെ മാറ്റം അത് വിരോധിക്കപ്പെടൂല. യുൻഹിലുക ഹാലുഹു വയദുല്ലുക അലല്ലാഹി മഖാലുഹു, അദ്ദേഹത്തിന്റെ ഹാല് നിന്നെ തട്ടി ഉണർത്തും, മഖാല് അള്ളാഹുവിന്റെ മേൽ അറിയിച്ചു തരികയും ചെയ്യും. അതെങ്ങനെയാണത്? ബി അൻ തകൂന ഹിമ്മത്തുഹു മുതഅല്ലിഖത്തൻ ബില്ലാഹി, അദ്ദേഹത്തിന്റെ ഹിമ്മത്ത് മുഴുവൻ അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടാണ്. മുർതഫിയത്തൻ അനിൽ മഖ്ലൂഖീൻ, മഖ്ലൂഖുകളുമായിട്ട് അതിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ലാ യർജു ഫീ ഹവായിജിഹി, അദ്ദേഹത്തിന്റെ ഹവായിജിന്റെ വിഷയത്തിൽ അയാൾ താങ്ങും നടലുവാക്കുന്നില്ല. ഇല്ലാ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കല്ലാതെ. വലാ യതവക്കലു ഫീ ഉമൂരിഹി ഇല്ലാ അലൈഹി സുബ്ഹാനഹു വ തആല, അദ്ദേഹത്തിന്റെ കാര്യത്തിലെല്ലാം അള്ളാഹുവിന്റെ മേലിലല്ലാതെ തവക്കുലാക്കുന്നില്ല. അത് സഖത്തന്നാസു മിൻ ഐനിഹി, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ജനങ്ങൾ വലിയ വില പിടിച്ചതാണ് എന്നുള്ളതെല്ലാം സാധ്യത്തായിട്ടുണ്ട്. ജനങ്ങളെ വക്കുന്നു കിട്ടുന്ന ആനുകൂല്യം വലിയ ഗവൺമെന്റ് ആയിട്ടുണ്ട്. ഫലായറ മിന്നും ലർറം വലാ നഫ്ആ, ജനങ്ങളിൽ നിന്ന് ലർറിന് നഫ്ഇനെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. വസഖത്തത്ത് നഫ്സുഹു മിൻ ഐനിഹി, അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ നഫ്സ് ആക്കിത്തായി. എന്നുവെച്ചാൽ ആ നഫ്സിനെ പറ്റി ഒരു കതിർ കാണുന്നില്ല. ഫലാ യുശാഹിദു ലഹാ ഫിഅലൻ, നഫ്സിന് ഒരു ഫിഅലിനെയും കാണുന്നില്ല. വലാ യഖദി ലഹാ ഹല്ലൻ, അതിനൊരു ഹല്ല് കിട്ടാനുണ്ട് എന്നത് അയാൾ തീരുമാനിക്കുന്നുമില്ല. വയകൂനു ഫീ ജമീഇ അഅമാലിഹി ജാരിൻ അലാ മുഖ്തദ ശറഅ്, അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ശറഇന്റെ മുഖ്തദ അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആ അദ്ദേഹത്തിന്റെ ഔസാഫുകൾ. മിൻ ഗൈരി ഇഫ്റാത്തിൻ വലാ തഫ്രീത്ത്, ആ ശറഇന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഇഫ്റാത്തുല്ല തഫ്രീത്തുല്ല, എല്ലാം മധ്യ നൽകാൻ കൊണ്ടുപോകുന്നത്. വഹാദിഹി സിഫാത്തുൽ ആരിഫീന ബില്ലാഹി തആല, ഇതൊക്കെയാണ് അല്ലാഹുവിനെക്കുള്ള ആരിഫീങ്ങളുടെ സിഫാത്തുകൾ. ഫസ്വഹബത്തു മൻ ഹാദിഹി ഹാലുഹു, ഒരുത്തന്റെ ഹാല് ഈ രീതിയിലാണോ അവരോടുള്ള സ്വഹബത്ത്. മഗ്മൂറൻ ബിഹാ എന്ന് അല്പം പറയും. വൈൻ ഖല്ലത്ത് ഇബാദാതുഹു, അദ്ദേഹത്തിന്റെ ഇബാദാത്ത് കുറഞ്ഞു പോയാലും തരക്കേടില്ല. വനവാഫിലുഹു,
നാഫിലാത്തുകൾ കുറഞ്ഞു പോയാലും തിരക്കേടില്ല. മഹ്മൂറും ബിഹാ, ആ സ്വഹബത്ത് അംഗീകരിക്കപ്പെട്ടത് തന്നെയാണ്. ആരിക്കലിൽ മുരി മനസ്സിലായില്ലേ? അതിന് കാരണം ആ സുഹബത്ത് ജാലിബത്തുൽ ലികുല്ലി ഫായിദത്തിൻ ദീനിയത്തിൻ വ ദുന്യവിയത്തിൻ, ദുന്യവിയും ദീനിയുമായ എല്ലാ ഫായിദയെയും അത് വലിച്ചുകൊണ്ടു തരും. അങ്ങനെ വലിക്കല് എന്നാണ് ഫയല്. മനുഷ്യന്റെ ഒരു പ്രകൃതി മറ്റൊരുത്തിൽ നിന്ന് എന്താക്കും, വലിച്ചെടുത്ത് കളയും. അത് നമ്മളെ പണ്ടൊക്കെ കണ്ട ഒരു ക്ലാസ്സിലുണ്ടത്. സോഫിയാക്കടായ മുഹമ്മദ് തരീഖത്തിന്റെ കുറച്ച് ബേസിക് എഴുതിയ കാര്യത്തിൽ ആ കുറിപ്പൊന്നും കിട്ടണം. അന്നുള്ള എല്ലാം മനുഷ്യന്റെ എഴുതിയാണ്. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എഴുതിയിട്ടില്ല. അപ്പൊ ഒരു സാധനം മറ്റൊരു സാധനത്തിന് ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനാണോ സ്നേഹിച്ചത്, അതിൽ നിന്നൊരു പകർപ്പികളിലേക്ക് ഓട്ടോമാറ്റിക്കലി അറിഞ്ഞോ അറിയാതെ വന്നു ചേരും എന്ന് പറഞ്ഞിട്ടല്ലേ അവൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു ഉയർത്തിവെച്ച ഒരാളെ ഇവരെന്താക്കി, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചപ്പോൾ ആ അഹബാദ് അങ്ങനെ തന്നെ ഒഴുകിയെത്തും എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് കൂടുതൽ മെനക്കെടൊന്നും വേണ്ട. ശരിയായ മഹബത്താണ് ഇവിടെ കൂട്ടി നടക്കുന്നത്. ഇവൻ കുറെ ചെല്ലലും പാടലും കുറെ ഓടലും ചാടലൊന്നുമല്ല. സഭ മറ്റേ സഭയിൽ നിന്ന് കട്ടെടുക്കുന്നതാണ്, പോക്കറ്റടി. ബിഖിലാഫി മല്ലം യകുന്ന ഹാദൽ വസ്, ഈ വസ്തു അനുസരിച്ചാവാത്ത ഒരുത്തന്റെ മാറ്റം. വക്കാന ശഅനുഹുൽ മുആമലത്തുൻ ലാഹിറത്തു, അവന്റെ ശഅന് ലാഹിറായ മുആമല മാത്രമായി. ലാ ഗൈറു, അവിടെ പല ഫായിദത ഫീ സുഹബത്തിഹി, ആ സുഹബത്തിൽ യാതൊരു ഫായിദയും കിട്ടാനില്ല. അതിന് മുമ്പ് പറയുന്ന തുമ്മ ലാ യഖലു ഇമ്മ അൻ യകൂന മിസ്ലക, ഇനി പറയാൻ പോകുന്നത് ആ കൂട്ടുകെട്ടാവുന്നത് ഒന്നുകിൽ നിന്റെ മിസലാകാം, അല്ലെങ്കിൽ ഇപ്പം ഉന്നതിയല്ലേ പറഞ്ഞത്, മിസലാകാം അല്ലെങ്കിൽ താണതാകാമെന്നില്ല മറ്റത്. അപ്പം മിസലായി കഴിഞ്ഞാൽ പലായ ഹസിലുള്ള മീൻ സുഹബത്തിഹി ലററുൻ, ആ സുഹബത്ത് കൊണ്ട് ലററൊന്നും വരാനില്ല, ഫായിദൊന്നും ഉണ്ടാവില്ല, ലററും വരില്ല. താണയിലേക്ക് കൂടിയാൽ ഫായിദ ഇല്ലെന്ന് മാത്രമല്ല ലററും കൂടി വരുത്തും. നിന്റെ ബേക്കോട്ടേക്ക് വലിക്കുക, അവന്റെ അങ്ങോട്ടേക്കാകാം. വഹിമാഞ്ഞക്കുന്ന ദൂനക്ക, താണ പടിയിലുള്ളതാണെങ്കിലോ വഹുമാഷാറയിലേഹി ബിക്കോലി, അതാണ് നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ആകെ മൂന്ന്, ഒന്ന് മിസില്, ഒന്ന് ഉന്നത്, താണ. ഒന്നേ തരത്തിൽ കൂടെ കൂടണം ഇപ്പൊ പറഞ്ഞു. മിസിലായി കഴിഞ്ഞാൽ ലററൊന്നും ഇല്ലെങ്കിൽ ഇല്ല. താണതായാലോ ഇതാ ആ അറാക്കാന്റെ ഫായിലാണ് ഏത് സുഹബത്തു എന്ന് പറഞ്ഞത്. ഈ കാലം പ്രത്യേകം എടുത്തു അതിന് വായിക്കുമ്പോൾ തെറ്റിപ്പോണ്ടാവും. അറാക്ക എന്ന് പറഞ്ഞു ഫായിലും മഫ്ഊലും വേണ്ടേ. ഇഹ്സാന് മഫ്ഊലാണ്, സുഹബത്ത് എന്നുള്ളതാണ് ഫായില്. അപ്പൊ അങ്ങനെ അർത്ഥം ഇങ്ങനെ ആ രീതിയിൽ കൊണ്ടാന്ന് ഫായിൽ ചിന്തിച്ചാലേ ഈ ഇബാർത്ത് ഒട്ടുകിട്ടുള്ളൂ, അല്ലെങ്കിൽ ശരിവെക്കൂല. എന്താ പറയുന്നത്, റുബ്ബമാകുന്ത മുസിയൻ, നീ ഒരു പക്ഷേ തെറ്റ് ചെയ്തവനാകാം. ഫറാക്ക, നിനക്ക് കാണിച്ചു തരും. സുഹബത്തുക്ക, നോക്ക്, നീ സുഹബത്ത് കേട്ടാൽ കാണിക്കും. ആരോടുള്ള സുഹബത്ത്? മൻഹു അസ്വഹു ഹാലം മിൻക, നിന്നേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്യുന്ന ഒരാളെ കൂടെ സുഹബത്ത് കിട്ടി. നീ മുസി ആണ്, മറ്റേതോ അസ്വഹാണ്, നിന്നെ കാണാൻ തെറ്റിൽ വർദ്ധിച്ചാളല്ലേ, റുത്തബ ചുരുങ്ങിയ ആളായിപ്പോയല്ലോ. ആ അസ്വഹാലായ ആളോട് നീ സുഹബത്ത് കിട്ടിയാൽ നിനക്ക് കാണിച്ചു തരും. എന്തിനെ കാണിച്ചു തരും? അൽ ഇഹ്സാന മിൻക, നിന്റെ മക്കൾ ഇഹ്സാനെ പൊക്കി കാണിച്ചു തരുമെന്ന്. നീ ഒരു 10 തെറ്റ് ചെയ്യുന്നവനാണ്, 100 തെറ്റുകാരൻ്റെ അവിടെ കൂടെ കൂടിയാൽ അവനേക്കാൾ മെച്ചപ്പെട്ടവൻ ഞാൻ നല്ലേ എന്നുണ്ടാക്കും. ആ സുഹബത്ത് നിനക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പൊ നിന്നെ പറ്റിയിട്ട് നല്ല വിശ്വാസം ഉണ്ടാക്കുകയും മറ്റൊന്ന് താണതാണെന്ന് ചിത്രീകരണം ഈ സുഹബത്തൊന്നും ഉണ്ടായി തീർന്നത്. ഞാന് അന്ന സുഹബത്ത മൻഹുവ ദൂനക്ക, നിന്നേക്കാൾ താഴ്ന്ന പടിയിലുള്ളവരോടുള്ള സുഹബത്ത് ലററും മഹലാണെന്ന് ഉഫർ പറയുന്നു. എന്താ ലററ്? ലിഅന്നഹാ തുഗത്തിയൻക ഉയൂബക, അത് നിന്റെ അയ്ബുകളെല്ലാം മൂടിവെക്കും. ഓ തുബയ്യിനുലക കമാലക്ക, നിനക്ക് കമാലുണ്ട് എന്ന് വെളിപ്പെടുത്തി തരികയും ചെയ്യും. അപ്പൊ തോജിബുലക്ക ഹുസ്നൻ തന്നെ ബി നഫ്സിക, നിന്റെ നഫ്സിനെ കൊണ്ടുള്ള ഹുസ്നൻ തന്നെ അവിടെ ഉണ്ടായി തീർന്നല്ലോ. അപ്പൊ മുമ്പ് പറഞ്ഞില്ല, അസലുക്കൊല്ലി മാസിയത്തിൻ അഫലത്തിൻ, എല്ലാത്തിന്റെ അസിലോട് കിടക്കുന്നത് നഫ്സിനെ തൊട്ട നിസയാണ്. അപ്പൊ ഞാൻ അത്ര മോശക്കാരനല്ല, അന്നക്കാണ് മോശം മറ്റോനല്ലേ, അപ്പൊ ഞാൻ കേവലം തിരക്കേടില്ലാത്ത ആളാണെന്ന് അവന്റെ നഫ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നിന്റെ അമാലുകളെ കൊണ്ട് നീ ഹുജുബ് കാട്ടും.
തക്കനൗബി അഹ്വാലിക്ക, നിനക്ക് കിട്ടിയ അഹ്വാല് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് നീ തിരുപ്പതിപ്പെടും. കണ്ണ ഏതായാലും വഴക്കണ മെച്ചപ്പെട്ടതിനും കിട്ടിയെന്നല്ല, തിരക്കടില്ല, കേവലം തിരക്കടില്ലെന്നാണ്. നഫ്സിനെ തൊട്ടുള്ള റിലയും ഉണ്ടാക്കി തീർക്കും. അതിന്റെ ഹിസാനിനെ കാണലും അസ്ലു കുല്ലി ശർറിൻ, എല്ലാ ഷർറിന്റെ അസ്ലാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടത്തേക്കാണ് ഇതിനെ എത്തിച്ചത്. ഇനി ഫഇന്നറത്ത വലാ ബുദ്ദ അൻ തസ്ഹബ, ഇനി പറയാൻ പോകുന്നത് നിനക്ക് കൂട്ടുകെട്ടാൽ ഉദ്ദേശിച്ചു അത് കൂടാനും കഴിയുന്നില്ല. ആരോട്? മല്ലാ യുഹിനുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു, ആയ ഒരാളെ കൂടെ കൂടണം. എന്നാൽ നീ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ മിഥിലിനെ എങ്കിലും തെരഞ്ഞെടുത്തിട്ട് കഴിച്ചലാവണം, താണയിലേക്ക് പോകാനേ പാടില്ല. ഫസ്ഹബ് മിഥിലക്ക, മിഥിലിനെ തെരഞ്ഞെടുത്തോ, അടിയിലേക്ക് വെച്ചൂല. എന്തിനാണ്? ഹത്താ തകൂന ഫീ സുഹബത്തി ലാ ലക വലാ അലൈക, എന്ന ആ സുഹബത്ത് കൊണ്ട് നിനക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതേമാതിരി വല അലൈക പ്രതികൂലമായി നിറന്ന് വന്നിട്ടുമില്ല. അങ്ങനെയൊന്നും സലാമത്ത് കിട്ടും. ഇനി പറയാൻ പോകുന്ന സുഹബത്ത് രണ്ട് തരത്തിലുണ്ട്. തബറുക്കുണ്ട്, ഇറാദത്തുണ്ട് എന്നാണ് പറയുന്നത്. തബറുക്കിന്റെ ഇറാദത്തിന്റെയും അതാ തുമ്മന്ന സുഹബത്തൽ ആരിഫീങ്ങളോടുള്ള സുഹബത്ത് അലാ കിസ്മൈനി, രണ്ട് തരത്തിലാണ്. ഒന്ന് സുഹബത്തു ഇറാദത്താണ്, സുഹബത്ത് തബറുക്കാണ്. ഫസുഹബത്തുൽ ഇറാദത്ത് എന്ന് പറഞ്ഞത് എന്താ? ഹിയല്ലത്തി യുസ്തറത്തു ലഹ ശുറൂത്തുൽ മഅറൂഫത്തു, സൂഫിയാക്കളിടയിൽ പ്രസിദ്ധമായ കുറെ ശുറൂത്തുകളതാ. ആ ശുറൂത്തെല്ലാം പറയപ്പെട്ടത് ഇറാദത്തിന്റെ സുഹബത്തിന് വേണ്ടിയിട്ടാണ്. ആ ശുറൂത്തിന്റെ എല്ലാം ഹാസിലത അല്ലത്തി ഹാസിലുഹ അൻ യകൂനൽ മുരീദു മഅ ശൈഖ് കൽ മയ്യിത്ത് ബൈന യദൈൽ ഗാസിൽ, കുളിപ്പിക്കുന്നവന്റെ കയ്യിലുള്ള മയ്യത്തിനെ പോലെ ആയിരിക്കണം ശൈഖിന്റെ കൂടെ എന്ന് മൊത്തത്തിൽ പറയാറുണ്ട്. ആ ശുറൂത്തെല്ലാം എവിടെയാണ്? തബറുക്ക് സുഹബത്തുൽ ഇറാദത്തിലാണ്. ഇനി സുഹബത്തു തബറുക്ക് എന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി തകൂനുൽ ഖസ്ദു ബിഹാ, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അദ്ദുഖൂലു മഅൽ ഖൗം, നമ്മൾ അൽ ഖൗമിനോടൊപ്പം ഒരുമിച്ച് കൂടുക. വത്തസയ്യി ബിസയ്യിഹിം, അവരെ മാതിരിയുള്ള കോലം ചമയുക. ആ തശബ്ബുഹ് എന്ന് പറഞ്ഞിട്ടില്ലേ? അവരുടെ അക്കദിന്റെ സിൽക്കത, സിൽക്ക് എന്ന് പറഞ്ഞാൽ ആ ചങ്ങല, ആ ചങ്ങൽ നമ്മൊരു കന്യായി മാറുക. വഹാദാലായൽസമബിശുറൂത്തി, അവിടെ സുഹബത്തിന്റെ ശുറൂത്തൊന്നും ലാസിമില്ല, ആ കർശനമായതൊന്നും. വൈന്നമായ ഉമർ, പക്ഷെ നിർബന്ധമായും കൽപ്പിക്കപ്പെടേണ്ടത് ബിലസുമി ഹുദൂദി ശറഈ, ശറഈന്റെ ഹദ് കാത്തു സൂക്ഷിച്ചു കൊള്ളണം എന്നേ അത് കൊണ്ടുണ്ട്. മുറാസിന് മുത്തക്കിയായാൽ മതി. ഇതിനെപ്പറ്റി വിശദമായിട്ട് അബാദിഫിന് പ്രത്യേകം എടുത്തിരുന്നു, അല്ലെ വലിയ ബാബായി തന്നെ. അന്നേരം എന്താ നേട്ടം? വലഅല്ലഹു ബിമുഖാലഫത്തിൽ ത്വായിഫത്തി, ഈ ത്വായിഫത്തുമായി കൂടിക്കലർന്ന കാരണത്താൽ അവന് കിട്ടും തഊദു അലൈഹി ബറക്കത്തുഹും, അവരുടെ ബറക്കത്ത് ഇവരിലേക്ക് മടക്കി കിട്ടും. വയസിലു ഇലാമ വസലു ഇലൈഹി, അവർ വാസിലായ ഒന്നിലേക്ക് ഉണ്ടാക്കും, ഇവനും വാസിലാവും. അവർ ഒരു ഉത്തബ കയറുമ്പോൾ ഓറം ഇല്ലാണ് ഇവന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ നില്ല് നിൽക്കുന്ന സ്ഥാനത്തേക്ക് ഇവനെ കൊണ്ട് ഇരുന്നില്ല. മറ്റൊന്ന് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞ നബിയുടെ മുത്തബിഈങ്ങളാണല്ലോ മശായിഖന്മാർ. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ട് കാബക്കൗസനി അവതരാന്നുള്ള മക്കാമിൽ ആളെ വിളിച്ചു കയറ്റിയപ്പോ എന്താ പറഞ്ഞ എന്റെ പേര് സാലിഹ്യങ്ങളായ കുറേ ആളുണ്ട്, ഓർക്കൊരു അംശം കിട്ടാണ്ട് വെച്ചൂല. ആ പാരമ്പര്യയുടെ നിലനിർത്തല്ല. അതാ തീർന്നു. നിങ്ങളുടെ കാല സയ്യിദ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു എന്ന് പറയുന്നു, മാതാ അസ്ന ബിൽ കീമിയാ, കീമിയ എന്നിട്ട് രസതന്ത്ര ശാസ്ത്രം ഉണ്ടല്ലോ, സാധനത്തെ മറ്റന്നാക്കി മരിക്കുന്നേ, അതല്ല എന്ത് സാധനം എന്നോ. വല്ലാഹി ലഖദ് സാഹിബത്തു അക്വാമൻ യഅബുറു അഹദുഹും അല ഷജറത്തിൽ യാബിസ, ഞാൻ കുറെ അക്വാമിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സാഹിബത്ത് എത്തിയിട്ടുണ്ട്. വണങ്ങിയ മരത്തിനെ കൊള്ള കടന്നു പോകുമ്പോ ഫൈസീറു ഇലൈഹ, അതിലേക്ക് സൂചിപ്പിച്ചാൽ റുമ്മാനൻ ലിൽ വഖതീന, അത് മുളച്ചു വന്നിട്ട് റുമ്മാൻ കഴിച്ചിട്ട് കണ്ട കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയാന്ന് പറയുന്നത് അബുൽ സാധനങ്ങളെ പറ്റി പോലത്തെ ആളുകളെ പറ്റിയാ പറയുന്നത്. എന്നിട്ടോ ഇത് അബുൽ അബ്ബാസിനെ മുറിച്ച് പറഞ്ഞത്. ഈ മൂപ്പറ ശിഷ്യനാണല്ലോ താജുദ്ദീൻ, നമ്മുടെ മുസന്നിഫിന്റെ ഇവിടെ ഒരു വാഗ്ദാനം ചെയ്തിട്ട് അടുത്ത് വരുന്നുണ്ട്. ഞാനിന്നെ താമണിക്കാൻ വായിച്ചു തീർത്തതാ.
വസജത്തി തുറപ്പം ദിക്കരി ആദിൽ മുഅല്ലിഫ് റഹ്മഹുല്ലാഹിട്ട് മുസന്നിഫിന് കിട്ടിയ നേട്ടങ്ങളെ കുറിച്ചിട്ട് അതിലാണ് മുപ്പറ പറഞ്ഞിട്ടോന്ന് പറഞ്ഞിട്ട് അതേപോലെ മുറത്തിന് മുപ്പർക്ക് വലിയ മതിപ്പ് തോന്നിയിട്ടില്ല പറ്റും. അത് എന്റെ ബുദ്ധിമുട്ടായിട്ടോട് പറയുന്നു. വേറെ ആരോ പറയുന്ന കേട്ടിങ്ങനല്ല, അതെന്റെ കാഴ്ചയിൽ ഒരു കാര്യമാര് ഒരു മുസ്ലിയാർക്ക് കഴിഞ്ഞ് വേറെ നിങ്ങും പറയുമ്പോഴോ ഒന്നും ഇല്ലാന്നല്ല മൂപ്പറ അവസരം പറഞ്ഞു വരുമോ. നിങ്ങൾ അങ്ങനൊന്നും തപ്പിക്കണ്ട, നിങ്ങൾ ഒരു ദിവസം ശേഖരൻ ആഗ്രഹത്തിൽ വാ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് ക്ഷണനുസരിച്ചാന്ന് പോലെ ആരെയും കാണാൻ പോകുന്നു. പോയ പാട് അന്ന് കേട്ട ക്ലാസ് എന്താന്നല്ലോ, ദീനിന്റെ ഘടകങ്ങൾ ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഇസ്ലാമാണ്, ഏഹ്സാനാന്ന് പറഞ്ഞിട്ട് മൂപ്പറ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം കേട്ടപ്പോൾ പറഞ്ഞു. അതോടുകൂടി മൂപ്പറ ആ സ്ഥാനം എന്റെ കൽബിൽ ഞങ്ങൾ പിടികൂടി പോയി. പിന്നെ ഒരു ലഹള മൂപ്പറയ്ക്ക് പിരിയാൻ എനിക്ക് തോന്നാത്ത കുട്ടിയോട് വന്നു. എന്നിട്ട് ഏറ്റവും കേൾക്കുന്നൊരു ശൈഖിന്റെ മനസ്സിൽ നമ്മളെ ഒരു പ്രത്യേക ഒരു കണക്കെടുക്കപ്പെടുന്ന വസ്തുവായെങ്കിൽ തിരക്കേടില്ലായിരുന്നു മൂപ്പർ ആഗ്രഹിച്ചു പോയി. ക്ലാസ്സിലുണ്ട് പറയുന്നുണ്ടല്ലോ, മുരീദ് ശൈഖിന്റെ മനസ്സിൽ ആവൽ എന്നതല്ല ഉണ്ടാവേണ്ടത്, മുരീദിന്റെ മനസ്സിൽ ശൈഖിനെ പറ്റിയുള്ള കഥറാണ് ഉണ്ടാവേണ്ടത്. മൂപ്പർ ക്ലാസ്സിൽ കൊണ്ട് പറയും. അതോടുകൂടി മുമ്പേ തന്നെയാക്കാണ് വർദ്ധിച്ചു. പിന്നെ മൂപ്പർ പറഞ്ഞാന്ന് എനിക്ക് അക്കാലത്ത് സഹാറത്തിൽ വല്ലാത്ത വിശ്വാസം ഉണ്ടായിരുന്നു, ഒന്നും പൂർത്തിയാവില്ല, വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അതിന് ഒരുത്തി പരിഹാരമാക്കിയിട്ട് എനിക്ക് മാറുന്നില്ല, എല്ലാ പണിയിലെടുത്തു. അത് അവന്റെ ആൾക്ക് പിടികൂടുന്ന അവസ്ഥയാണ്. ഇത് മൂപ്പറുടെ ശിക്ഷാക്കണ്ണം പറഞ്ഞല്ലോ, വസുവാസമുള്ള ആളെ നമ്മളെ സ്വഹബത്തിൽ വെച്ചൂല എന്ന ഒറ്റ പത്തല്. അതോടുകൂടി വസുവാസ ആ നിമിഷം വെച്ച് നീങ്ങിപ്പോയി ഒന്നുമില്ല. എന്നുവെച്ചാൽ മൂപ്പറ സ്വഹബത്തിന് അള്ളാഹുത്താല കണക്കിലെടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ആളെ എന്നിലെ അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ലിപ്പുള്ളത്. അത് മാറ്റി കയറ്റിയാൽ മതി. അപ്പൊ മൂപ്പർക്ക് മദഹായിട്ട് ഒരു പദ്യം ഉണ്ടാക്കി കൊടുത്തു. അബ്ദുൽ അബ്ബാസ് മുർഷിദങ്ങളെ പറ്റിയിട്ട് പദ്യം ഇത് അവതരിപ്പിച്ചപ്പോ അയ്യദത്തല്ലാഹു ബിറൂഹിൽ ഖുദ്സ് എന്നിട്ട് മൂപ്പർ ആശീർവദിക്കുകയും ചെയ്തു. നമ്മുടെ അഹമ്മദിന് 2 രോഗമുണ്ട്, ആ 2 രോഗം ഇന്നു മുതൽ അള്ളാഹുത്തല ആശയത്താക്കി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ഒന്ന് രോഗം എന്ന് വെച്ചാൽ വിശ്വാസമാണ്, മറ്റൊന്ന് വിട്ടുമാറാത്തൊരു വേദന ഉണ്ടായിരുന്നു, അതാ മദിലിൽ വെച്ചിട്ട് മാറിപ്പോയി. എന്താ പറഞ്ഞു, ധാരാളം പറയാനുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ചുരുക്കി പറഞ്ഞ് നമ്മൾക്ക് മൂപ്പറോടെ എത്തിക്കളഞ്ഞു. അത് ഇനി പ്രശ്നം ഞാൻ പറഞ്ഞ ദേശം തുറന്നില്ല, പറയണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് 10 പേര് മുതൽ ഓർമ്മലുണ്ട്. അതാണ് വസലെത്തി എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞില്ലേ, വസലെത്തി തുറക്കം നിൽക്കുന്ന ആടിൽ മുതലെത്തി റഹ്മ. മാ കല്ല അമലും ബറദ മിൻ ഖൽബിൻ മിൻ ഖൽബി സാഹിദിൻ. സാഹിദായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഉടലെടുക്കുന്ന അമലുണ്ടല്ലോ, പുറത്തു വരുന്നത്, അത് ഒട്ടും ചെറുതല്ല. കാഴ്ചയിൽ ചെറുതാണെങ്കിൽ ഒട്ടും ചെറുതായി കാണാൻ പറ്റൂല. അതുകൊണ്ട് സുഹൃദ് എന്നുള്ള അമാലുൽ കൽബുണ്ട്. ആ അമാലുൽ കൽബിൽ നിന്ന് തുടർന്നുകൊണ്ടുണ്ടാകുന്ന ലാഹിറായ അമൽ എന്തായാലും ലാഹിറായ അമലിന് മാറ്റുകൂടി എന്നാ പറയും. കൽബ് പതിയാത്ത രീതിയിലുള്ള മറ്റു അമൽ എത്ര വണ്ണം കൂടിയാലും അതിന് മാറ്റം കുറഞ്ഞു പോയി ചെയ്യും. അതാണ് മൂപ്പർ പറഞ്ഞത്. വലാ കസുറ അമലുൻ ബറദ മിൻ ഖൽബി റാഗിബിൻ. ദുനിയാവിൽ പൂണ്ടുപിടിച്ച ഒരു കൽബിന് ഉടമയിൽ നിന്ന് പുറപ്പെടുന്ന അമലി അത് അധികമായി കാണാൻ പറ്റില്ല. ലാഹിറിൽ അധികമാകാം, പക്ഷെ അധികമൊന്നുമില്ല, ഹുക്മതിനില്ല. അതാ ലാഹിർ എന്ന് പറഞ്ഞാൽ ഗൈറു മുതഅല്ലഖൻ ബിദ്ദുനിയ ബൽ ഹുവ ബൽ, എങ്കിലും ആ അമല് വൈകാന ഖലീലൻ ഫിൽ ഹിസ്സി, പ്രത്യക്ഷത്തിൽ ഖലീലായാലും കസീറും ഫിൽ മഅന, മഅനയിൽ അത് കസീർ തന്നെയാണ്. എന്തുകൊണ്ടാണത്? ലിസലാമതിഹി മിനൽ ആഫാത്തിൽ ഖാദിഹതി ഫീ ഖബൂലിൽ അഅമാൽ. അഅമാലുകൾ കബൂൽ ചെയ്യുന്ന വിഷയത്തിൽ പ്രതികൂലമാകുന്ന എല്ലാ ആഫാത്തുകളെ തൊട്ടും അദ്ദേഹത്തിന്റെ അമല് സലാമത്തായിട്ടുണ്ട്. പിന്നെ തിയാഹിനാലും തസന്നുഹലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രകടനത്തിനാലും വതലബിൽ അഅറാദിൽ, ദുന്യവിയായ കാര്യങ്ങളെ അറളുകളെ തേടലിനാലും വാദമിൽ ഹുദൂരിൽ ഖൽബി മഹൽ മൗല, മൗലയായ അല്ലാഹുവിനോടൊപ്പം ഹുദൂറുൽ ഖൽബി ഇല്ല. ഈ ഹാരി ഫിഅലിഹി, ആ ഫീൽ ചെയ്യുന്ന അവസരത്തിൽ. എന്തുകൊണ്ട്? ഇതൊന്നും അദ്ദേഹത്തിന്റെ അമലിൽ ബാധിച്ചിട്ടില്ല എന്നാ പറയും. എന്തുകൊണ്ടാണത്? ലിഖില്ലത്തിൽ വസാവിസി ശൈത്വാനിയത്തിൻ നാശിയത്തിൻ മിൻ ഹുബ്ബിദ് ദുനിയ, ദുനിയാവിന്റെ ഹുബ്ബിനാൽ ഉടലെടുക്കുന്ന
ശൈത്വാനിയായ വസ്വാസുകളൊന്നും അവിടെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അമൽ ഇത്രയും അവസ്ഥം കൂടിയത്. ദുന്യാവ് റഹ്ബത്ത് വെക്കുന്നവന്റെ കൽബിൽ നിന്ന് ഉടലെടുത്ത അമല് എത്ര വലുതായാലും അത് അധികമല്ല. വൈൻകാന കസീറൻ ഫിൽ ഹിസ്സിൽ കസീറാണെങ്കിലും ഖലീലും ഫിൽ മഅനയിൽ അത് ഖലീലാണ്. കാരണം മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത് രക്ഷപ്പെടാത്തത് കൊണ്ട് തന്നെ. നിങ്ങോട്ട് നോക്കുക, ബൈസി പിടിച്ചോട്ട്. وقد روي عن ابن مسعود رضي الله عنه أنه قال ركعتان من زاهد عالم خير من عبادة المتعبدين المجتهدين إلى آخر الدهر أبدا سرمدا. സാഹിദായ ആലിമായ ഒരാളെ മക്കൾ നിന്നുണ്ടാകുന്ന 2 റക്അത്ത് നമസ്കാരം അത് ഖൈറാണ്. ഒരു റക്അത്ത് 2 ഉള്ളൂ, പക്ഷെ അത് ഖൈറാണ്. മിൻ ഇബാദത്തിൽ മുതഅബ്ബിദീന, ധാരാളം ഇബാദത്ത് എടുക്കുന്നവരുടെ ഇബാദത്തിനേക്കാൾ അൽ മുജ്തഹിദീന ഇലാ ആഖിരി ദഹരി, കാലാകാലം കഠിനാധ്വാനം ചെയ്യുന്നവരേക്കാൾ അബദൻ സർമദൻ പോയി അതാണ് തീർന്നു. ഇതെന്താ പറയുന്നത്? ലാഹിറായ അഅ്മാലി ഹസനാകണമെങ്കിൽ ബാത്തിനിയായ ഹാല ആദ്യ ഹസനാകണം. അതാണ് മുന്നത്തെ ക്ലാസ്സിന്റെ നോക്കിന ഹിസാൻ എന്നുള്ളത് ലാഹിറായ അമലുമായി ബന്ധിക്കുന്ന ഹിസാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അതേ ഹിസാൻ തന്നെ ബാത്തിനുമായി ബന്ധിക്കുന്ന മറ്റൊരു ഹിസാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടത്തേക്കാണ് വ്യാഖ്യാനം എത്തിച്ചെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞെടുക്കുന്നൊന്നല്ല, എല്ലാം കാര്യബോധത്തോടെ പറയുന്ന ഈ ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പൊ ലാഹിറായ അമലിന്റെ ആ ഹുസ്ൻ ഉണ്ടാവല് ബാത്തിനിയായ ഹുസ്ന് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചേ ഉണ്ടാവുള്ളൂ. ഇനിയോ ബാത്തിനിയായ ഹുസ്ന് കിട്ടുന്ന എന്നാണ് ആ പരസ്പരം ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇവൻ അള്ളാഹുവിന്റെ ഖുർബിന്റെ മക്കാമാത്തിൽ ഏതെല്ലാം മക്കാമത്തിലാണോ കയറുന്ന ആ കയറത്തിനനുസരിച്ചായിരിക്കും ബാത്തിനിയായ ഹുസ്ൻ ഉണ്ടാക്കുക. അതിനനുസരിച്ച് ലാഹിറായ ഹുസ്നുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ 3 ഇപ്പൊ ഉള്ളത്. ഒന്ന് മക്കാമാത്തുൽ ഇൻസാരി മേലെ, അതിനനുസരിച്ച് ഹുസ്നുൽ അഹ്വാൽ ഉണ്ടായി, അതിനെ തുടർന്ന് ഹുസ്നുൽ അഅ്മാൽ ഉണ്ടായി. അപ്പൊ ഹുസ്നുൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ എന്താ? ബിഖുറുബിഹാ അമ്മാ യഊഖുഹാ അനിൽ ഖബൂൽ, കബൂലിനെ തൊട്ട് തടഞ്ഞു കളയുന്ന കാര്യങ്ങളെല്ലാം ഖാലിയായി കിട്ടലാണ്. കബൂലിനെ തൊട്ട് തടയുന്ന സാധനം മിനദ്ദിയായി വഗൈരിഹി, അതാണ്. മാത്രമല്ല വഹദൂരിൽ ഖൽബി മഅല്ലാഹി ഫീ ഹാലി ഫിഅലിഹാ, അത് ചെയ്യുന്ന അവസരത്തിൽ അള്ളാഹുവിനോടൊപ്പം കൽബ് ഹാദിറായിട്ട് വരുന്നുണ്ട്. കൽബ് ചിന്തിച്ചതിൽ പോകുന്നില്ല, നല്ല ഏകാഗ്രത വരുന്നുണ്ട്. ഫഅദമുൽ ഇസ്തിഗാലി ബിഗൈരിഹി മിനൽ വസാവിസി ശൈത്വാനിയത്തി, ഈ അമലല്ലാത്ത വേറെ കാര്യങ്ങളെ കൊണ്ട് വസാവിസുകളെ കൊണ്ടിട്ട് ഇസ്തിഗാലുണ്ടല്ലോ, ഇതില്ലായ്മ, ഇതൊക്കെയാണ് ഏത് ഹുസ്നുൽ അഅ്മാൽ എന്ന് പറയുന്ന അർത്ഥം. അത് നതായിജു ഹുസ്നുൽ അഹ്വാൽ, ഹുസ്നുൽ അഹ്വാലിന്റെ ഫലമാണ്. ആ ഹുസ്നുൽ അഹ്വാൽ എവിടെയാണ്? അൽ ഖായിമത്തി ബിൽ ഖുലൂബ്, ഖുലൂബുകളിലാണ് നിലനിൽക്കുന്നത്. അതിനാൽ മിനൽ സുഹദി ഫി ദുനിയ വൽ ഇഖ്ലാസ് ലില്ലാഹ്, ഒന്ന് സുഹദും ഫി ദുനിയ, അതിപ്പം പറഞ്ഞല്ലോ. പിന്നെ അല്ലാഹുവിന് വേണ്ടിയുള്ള ഇഖ്ലാസ്, ബിഅൻ യഖ്സിദ ബിഅമലിഹി, അവന്റെ അമല് കൊണ്ട് കരുതൽ കൊണ്ട്, റബൂദിയത്തൻ ലില്ലാഹി തആല, അല്ലാഹു തആല റബൂദിയത്തിനെ മാത്രം കരുതുക. ലാ ലിതലബി ഹദ്ദിൻ ആജിലിൻ വലാ സവാബിൻ ആജിലിൻ, ഇപ്പൊ ഭൗതികമായി കിട്ടാനുള്ള യാതൊരു ഹദ്ദിനെയും തേടുന്നില്ല, ഭാവിയിൽ കിട്ടാനുള്ള സവാബിനെയും തേടുന്നില്ല. അങ്ങനെയുള്ള ആ സുഹുദും ഇഖ്ലാസും കൽബിൽ നിലനിൽക്കുന്ന കാരണത്തിലാണ് ഈ അമല് ഇങ്ങനത്തെ വ്യക്തമായി വരുന്നത്. ഇനി ഹുസ്നുൽ അഹ്വാലോ, അത് നാശിഉം മിന തഹഖ്ഖുഖി ഫീ മഖാമാത്തിൽ ഇൻസാൻ, നാശിഉൻ അത് ഉണ്ടായിത്തീരും, മിന തഹഖ്ഖുഖിനെ, തഹഖ്ഖുഖ് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നു. ഒരു പേരാകാത്തെ സാക്ഷാത്കരിക്കപ്പെടലുണ്ടല്ലോ. എവിടെ? ഫീ മഖാമാത്തിൽ ഇൻസാൻ. അതെന്തിനാ മൂപ്പർ തഹഖ്ഖുഖിന് തമക്കുന് പേര് കൊടുത്തത്? ഇപ്പറ ഫീ ഇട്ടിട്ടാണ് അതിനെ കണക്ഷൻ കൊടുക്കുന്നത്, അതിന് ചില കൊടുത്ത ഫീയാണ്. അപ്പൊ തഹഖ്ഖുഖിന്റെ ആണ് സാധാരണ ബാധ കൊടുക്കാറുള്ളത്, തഹഖ്ഖഖ ബിഹി. പക്ഷെ ഫീ പറഞ്ഞപ്പോൾ മുമ്പ് അതിനനുസരിച്ചിട്ട് എന്താക്കിയതിന് ഫീന് തമക്കുന്ന് മാറ്റി, സ്ഥലം പിടിക്കൽ. മഖാമാത്തുൽ ഇൻസാലിൽ, ഇൻസാൽ ഇൻസാൽ അൻസല യുൻസിലു ഇൻസാൽ ഐ ഫിൽ മഖാമാത്തില്ലത്തി തൻസിലു ഫീ ഖുലൂബിൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ കൽബിൽ ഇറക്കപ്പെടുന്ന മഖാമാത്തിൽ ഇവ എത്രത്തോളം പദവി കരസ്ഥമാക്കിയിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും. അതേതാണ് ആ മഖാമാത്ത്? വഹിയ മആരിഫുൻ ഇലാഹിയ്യത്തുൻ,
ഇലാഹിയായ മാരിഫത്തുകളാകുന്നു. യൂരിദുഹു അല്ലാഹു തആല അലൽ ഖുലൂബിന്റെ മേലിൽ അല്ലാഹു തആല അത് വാരിദാക്കി കൊടുക്കുന്നതാണ്. തകൂനു സബബൻ ഫീ തർക്കി ദഅവ, തകൂനു ആ വാരിദാത്തുകൾ ആയിത്തീരും സബബൻ അത് കാരണമാണ് ഫീ തർക്കി ദഅവ, ദഅവയെ ഉപേക്ഷിക്കുന്നു. ദഅവനോ ഞാനും എന്റെ അമലും എന്റേതെന്നൊക്കെ പറയുന്ന ദഅവനുണ്ടല്ലോ. ഒരു ഞാനുണ്ടാകും, എന്റേതുണ്ടാകും, എന്നേന്നുണ്ടാകും, അനയുമായി ബന്ധപ്പെട്ട എല്ലാ ഫോമുമാണ് ദഅവയിലുണ്ടാകുന്നത്. ഒരു ഞാൻ, ഒരെന്റെ, പിന്നെ ഒരെന്നെ, എനിക്ക്, ഇതൊക്കെയാണ് ഏത് ദഅവയിലുണ്ടായത്. അതങ്ങോട്ട് ഉപേക്ഷിച്ചു. വാദമുൽ ഇൽതിഫാത്തി ഇലാ ജന്നത്തിൻ, അതാണ് അഹം എന്ന് പറയുന്ന സാധനമല്ലേ, ഈഗോ. ഈഗോ എന്നതിനെ പറ്റി പറയുന്നു. വാദമുൽ ഇൽതിഫാത്തി ഇലാ ജന്നത്തിൻ, സ്വർഗത്തിലേക്കുള്ള ഇൽതിഫാത്തും ഇല്ലായ്മയിലേക്ക് അത് കാരണമായി. ഔ ഹറബിൻ മിൻ നാരിൻ, നാരിനെ തൊട്ടുള്ള ഹറബും ഇല്ലായ്മയായി. ഫൈനൽ മുരീദ ഇദാ ഹസല ലഹു ദാലിക, മേൽ പറയപ്പെട്ടത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏത് ഈ മഖാമാത്തുൽ ഇൻസാനിന്റെ ഒരു അവസ്ഥ ഉണ്ടായാൽ, റാഖബ മൗലാഹു ബിഖൽബിഹി, അവന്റെ കൽബ് കൊണ്ട് മൗലാനെ മുറാഖബ നടത്തുന്നു. മുറാഖബ പറഞ്ഞ അർത്ഥം കണക്കാക്കണേ. ഫലാ യഖസിദു ബിഅമലിഹി ഗൈറഹു, അവന്റെ അമല് കൊണ്ട് ഗൈറിനെ കസ്തുവെക്കുന്നില്ല. വൈദാ ഹസല ദാലിക, ഇപ്രകാരം ആയി കഴിഞ്ഞാൽ, തഖല്ലസൽ അമലു ബിമ്മാ യഉഖു അൻഹു അനിൽ ഖബൂൽ, കബൂലിനെ തൊട്ട് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അവന്റെ അമൽ രക്ഷപ്പെട്ടുപോയി. ഫഹാദിഹിൽ ഹിക്മത്തു, ഈ പറയപ്പെട്ട ഹിക്മത്ത് കദ്ദലീൽ ഇമാ ഖബലഹ, മുമ്പ് പറഞ്ഞതിന്റെ ദലീൽ പോലെ പറഞ്ഞതാണ്. ഇതിനു മുമ്പ് മാ ഖല്ല അമലും ബറദ മിൻ ഖൽബിൻ സാഹിദിൻ വലാ കസുറ അമലും ബറദ മിൻ ഖൽബിൻ റാഗിബിൻ എന്ന് പറഞ്ഞതിന് പോലെ തന്നെ ഹുസ്നുൽ അഅമാലി നതായിജ് ഹുസ്നുൽ അഹ്വാൽ വഹുസ്നുൽ അഹ്വാലി മിൻ അത്തഹഖഖ ഫീ മഖാമാത്തിൽ ഇൻസാൽ, അത് ദലീലായിട്ട് പറഞ്ഞതാണ്. വലമ്മ കാനത്തിൽ ഹിസാലുൽ മഹമൂദത്തു, സ്തുത്യർഹമായ ഹിസാലുകൾ ആയപ്പോൾ, ലാ തൻശഉ, അത് പൊട്ടിമുളക്കുന്നതല്ല, ഗാലിബിലും പൊട്ടിമുളക്കൂല എന്ന് വെച്ചാൽ നാദിറായിട്ട് ആർക്കെങ്കിലും ഉണ്ടായേക്കാം, പക്ഷെ ഗാലിബിലും ഉണ്ടാവൂല എന്ന് പറയും. ഇല്ല മിൻ കസറത്തിൽ ദിക്രി, ദിക്ർ കസറത്താക്കൽ കൊണ്ടല്ലാതെ, വൽ മുദാവമത്തി അലൈഹി, അതിന്റെ മേൽ പതിവാക്കൽ കൊണ്ടുമല്ലാതെ. പതിവായും വേണം, കസറത്തും ഉണ്ടാകണം, രണ്ടെണ്ണം, എന്നാലേ ഗാലിബിൽ ഉണ്ടാകുള്ളൂ. എന്നൊക്കെ നമ്മൾ സൂര്യനുണ്ടത് ഉണ്ടാ കൊടുത്തു തന്നെങ്കിൽ ദക്കറഹു ബിഖൗലിഹി, മുസന്നിഫ് തങ്ങൾ അതാണ് പറയുന്നത്. ലാ തത്റുകിൻ ദിക്റ ലിഅദമി ഹുദൂരിക മഅല്ലാഹി ഫീഹി, ലാ തത്റുക്, നീ ഉപേക്ഷിക്കണ്ട ദിക്റിനെ, മുരീദായവനെ. ബൽ ലാസിമുഹു, ഉപേക്ഷിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാസിമുഹു വദാവിം അലൈഹി, അതിനെ മുലാസമത്ത് ചെയ്യണം, അതിനെ മുറുകെ പിടിക്കണം, ദായിമാക്കിയും വേണം. ഫഇന്നഹു അഖറബു തുറുഖ് ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള തുറുഖിൽ നിന്ന് അഖറബ് അതാണ്. വഅലാമത്തുൻ അലാ വുജൂദി വിലായത്തിഹി, അല്ലാഹുവിന്റെ വിലായത്ത് ഇവിടെ ഉണ്ട് എന്നതിന്റെ മേലുള്ള അലാമത്തുമാണത്. ഫമൻ മുഖ്ലിഖ ലിദ്ദിക്രി, ദിക്റിന് വേണ്ടി ഒരാൾക്ക് തൗഫീഖ് നൽകപ്പെട്ടാൽ, ഫഖദ് ഉഅതിയ മൻസൂറൽ വിലായ, വിലായത്തിന്റെ സർട്ടിഫിക്കറ്റ് അവൻ നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ തത്റുഖു, നീ അതിനെ ചാടല്ലേ. എന്തിനാ ചാടാൻ പ്രേരിപ്പിക്കുന്ന വസ്തു എന്താ? ലിഅദമി ഹുദൂരിക മഅല്ലാഹി ഫീഹി, ദിക്റിന്റെ വേളയിൽ എനിക്ക് ഹുദൂറുൽ ഖൽബ് കിട്ടുന്നില്ല എന്ന കാരണം പറഞ്ഞിട്ടാണ് അത് ചാടിയെന്ന് പറയുന്നത്. അപ്പൊ അതിന് പറഞ്ഞു ഹുദൂറുൽ ഖൽബില്ലാത്ത ദിക്ർ കൊണ്ട് 70 നരകത്തിൽ കിടക്കുന്ന വേറെ മൗലാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ദിക്ർ ചെല്ലാഞ്ഞാല് അതിനേക്കാൾ നല്ലല്ലേ എന്നാ തോന്നല്. ആ മുലാക്ക കിടന്ന വിദ്യന് മസാല ഹുദൂറുൽ ഖൽബില്ല 70 നരകത്തിൽ കിടക്കുന്നല്ലോ. അപ്പൊ ചെല്ലാത്തവൻ 70,000 നരകത്തിൽ കിടക്കുക. ഹുദൂറുൽ ഖൽബില്ല എന്ന് പറഞ്ഞുകൊണ്ട് 70 നരകത്തിൽ കിടക്കുമെങ്കിൽ തീരെ ചെല്ലാത്തവനിക്ക് പിന്നെ എത്ര നരകത്തല്ലേ? അപ്പൊ അവർക്ക് സ്വർഗം പറഞ്ഞ ആ മുക്കളനുസരിച്ച് പറഞ്ഞ മുലാർക്കാർക്ക് എന്താ സ്വർഗം കിട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ ലാത്ത സാഹിബ് നീ സ്വൽബത്ത് കെട്ടിയേക്കല്ല എന്ന് നോക്കുക ആദ്യം തന്നെ വിലങ്ങിയത്. നിന്നുള്ള പാലം പൂച്ച പിടിപ്പിക്കുന്ന കേസ് അത് ദിക്റിന് അള്ളാഹുവിനോടൊപ്പം നിന്റെ കൽബിന്റെ ഹുദൂറ് ശരിയാകുന്നില്ല, കൽബടല് പനക്കുന്നു അല്ലേ? അതെങ്ങനെ? ബിയങ്കാന മുസ്തഖബിൽ വസാവിസി ശൈത്വാനിയായ വസാവിസുകൾക്ക് കൽബിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പലയിടത്തും ദുന്യവിയായ അഹറാദുകളും വരുന്നുണ്ട്. ആ കാരണം പറഞ്ഞുകൊണ്ട് ദിക്ർ ഒഴിവാക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ പാടില്ലാത്തത്? ലിഅന്ന ഗഫലതക അൻ വുജൂദി ദിക്രിഹി, ദിക്റിന്റെ
വുജൂദിനെയും മറ്റുള്ള ഗഫലത്തുണ്ടല്ലോ, അതായത് തീരെ ദിക്റില്ലാത്തൊരു ഗഫലത്ത്, ആ ഗഫലത്തിനകത്താണ് ചെറിയ ഗഫലത്തല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. ദിക്ർ ഉണ്ടായിക്കൊണ്ടുള്ള ഗഫലത്തല്ലേ ഇവിടെ ഉള്ളത്. അപ്പോ വലിയ ഗഫലത്തിൽ നിന്ന് ചെറിയ ഗഫലത്തിലേക്ക് വരത്തലുണ്ടായിരുന്നു. അപ്പൊ ഇക്കമതാത്ത മൊയ്ലിയാർക്കാ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നോർ കൽബ. അപ്പൊ ഈ മൂപ്പർ ചില നിൽക്കലൊക്കെ ഒന്നോർ കൽബോടുകൂടി ആയിരിക്കണം. അപ്പോൾ ദിക്റിന്റെ വുജൂദിനെയും മറ്റുള്ള ഗഫലത്ത് ബിയാൻ തത്റുക്ക് അത് ഉപേക്ഷിക്കുമ്പോൾ അശദ്ദു അത് കടുപ്പമേറിയതാണ്. മിൻ ഗഫലത്തിക്കൽ ഹാസിലത്തി ഫീ വുജൂദി ദിക്രിഹി, ദിക്ർ ഉണ്ടാവിനോടൊപ്പമുള്ള ഈ ഗഫലത്തുണ്ടല്ലോ, ഈ ഹുദൂറുൽ ഖൽബില്ലാന്ന് പറഞ്ഞ ഗഫലത്ത്, അതിനേക്കാണ് കടുപ്പം കൂടിയതില്ല, തീരെ ഇല്ലായ്മ. അപ്പൊ ചെറുതിന് പൊടിച്ചിട്ട് ബന്ധിലേക്കല്ല പോണ്ടത്. എന്ന തർക്കൽ ദിക്രി ഫീഹി ബുഅദുൻ അനില്ലാഹി തആല ബിൽ ഖൽബി വൽ ലിസാനി, ദിക്ർ പറ്റ ഉപേക്ഷിച്ചാൽ കൽബ് കൊണ്ടും നാവ് കൊണ്ടും അല്ലാഹുവിനെ തൊട്ടകന്നു. ബിഖിലാഫി ദിക്രി, വെറും ദിക്റുണ്ടായോ ഫൈന്നക മിൻബഉത്താൻ ബി ഖൽബിക ഫഅൻത കരീമൻ ബി ലിസാനിക, കൽബ് കൊണ്ട് അല്ലാഹുവിനോടൊപ്പം കൂടിയിട്ടില്ലെങ്കിൽ ലിസാൻ കൊണ്ട് അല്ലാഹുവിനൊപ്പം കൂടിയില്ലേ. അതുകൊണ്ട് ഫഅലൈക തദ്കുറല്ലാഹ ബിഹി, ലിസാൻ കൊണ്ട് തന്നെ നീ ദിക്ർ നടത്ത്. വൈൻ കാന ഖൽബുക ഗാഫിലൻ ഹാല ദിക്റിന്റെ അവസരത്തിൽ കൽബ് ഗാഫിലായാലും തരക്കേടില്ല. അപ്പൊ മറ്റൊരു തിയറിയെല്ലാം പൊളിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മതിക്കൂടാന്ന് പറയുന്നത്. ഇതിനുമ്പ് പറയുന്നത് തീരെ ദിക്റില്ലാത്ത അവസ്ഥക്ക് ലിസാനിയായ ദിക്റിന് തൗഫീഖ് ചെയ്ത അതേ അള്ളാഹ് നമ്മളെ മുമ്പിൽ ഇപ്പൊ ഉണ്ടല്ലോ, അതേ അള്ളാഹ് എന്താക്കുന്നതിന്റെ കൽബടക്കമുള്ള ദിക്റിന് തൗഫീഖ് ചെയ്തുകൂടാന്ന് ആരാ പറഞ്ഞത്? ഇതിനൊരു അലാമത്തല്ല. തീരെ ഗാഫിലങ്ങളായി കഴിയുന്ന അവസരത്തിൽ നിന്ന് ലിസാനിയായ ദിക്റിന് നിനക്ക് തൗഫീഖ് ചെയ്ത അള്ളാഹ്ക്ക് ഒരു പടിനെ കയറ്റാൻ കഴിയില്ല എന്ന് ആരാ എനിക്ക് പറഞ്ഞതെന്നും ആവാനെടുത്തിട്ടുണ്ട്. അള്ളാഹു തആല നിന്നെ ഉയർത്താൻ മിൻ ദിക്രി മഅ വുജൂദി ഗഫലത്തിൻ, ഗഫലത്തോടു കൂടിയുള്ള ദിക്റ ഇപ്പൊ ഉള്ളത്, അവിടുന്ന് എന്നെ തൊട്ടുള്ള ഗഫലത്തെ മോലയെ തൊട്ട് അവിടുന്ന് ഇലാ ദിക്രി മഅ വുജൂദി യഖലത്തിൻ, യഖലത്തിന്റെ വുജൂദോടുകൂടിയുള്ള ദിക്റിന്റെ അടുത്ത പടിയാണ്. അടുത്ത പടിയിലേക്ക് കയറ്റാൻ അള്ളാഹു തആല അടുത്തിരിക്കുന്നു. ഇതാ യഖലത്ത് തയഖുലിൽ ലിമാ യുനാസിബു ഹളറതഹു സുബ്ഹാനഹു വ തആലാന്റെ ഹദറത്തിനോട് യോജിക്കുന്ന ഒരു തയക്കുല് എന്നുവെച്ചാൽ അള്ളാന്റെ ഹദറത്ത് ഞാൻ ഇപ്പൊ ഉള്ളത്. അപ്പോ ഇവിടെ ഈ ചിന്താഗതി വിളിച്ച് കയറ്റിയിട്ട് കൊണ്ടുവന്നാൽ പറ്റൂല എന്നുള്ള ഒരു തയക്കുലുണ്ടല്ലോ. ഇതെല്ലാം പുറത്തു വെച്ചിട്ടാണ്, ഈ മാറാപ്പല്ലെല്ലാം പുറത്തു വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറേണ്ടെന്നുള്ള തയക്കുലതാ. ഇങ്ങനല്ല അതതിനാലും വാദം ഇഷ്ടിഹാലി അൻബി ഗൈരിഹി, ഗൈറ് കൊണ്ടുള്ള ഇഷ്ടിഹാലില്ലായ്മയാലും അവിടുന്ന് കയറിയാലോ വമിൻ ദക്രി മഅ വുജൂദി യഖലത്തിൻ ഇലാ ദിക്രി മഅ വുജൂദി ഹുദൂരിൻ, യഖലത്തിന്റെ വുജൂദോടുകൂടിയുള്ള ദിക്റിൽ നിന്ന് കയറിയിട്ട് ഹുദൂറോടുകൂടിയുള്ള ദിക്ർ അതിന്റെ അടുത്ത പടിയാണ്. അതെങ്ങനെ? ബിഅയ്യദുഖലൽ ഖൽബു ഹളറത്തർ റബ്ബി, റബ്ബിന്റെ ഹളറത്തിലേക്ക് തന്നെ കൽബങ്ങ് ദുഖൂലായി. വയുറാഖിബുഹു ഹാല ദിക്രിഹി, ദിക്റിന്റെ ഹാലിൽ അല്ലാഹുവിനെ ശരിക്കും മുറാഖബ നടത്തുന്നു. വലാ യഗ്ഫുലു അൻഹു, ഗഫലത്തേ ഇല്ല. അവിടെ ഒരു പടിയും കൂടി. വമിൻ ദിക്രി മഅ വുജൂദി ഹുദൂരിൻ ഇലാ ദിക്രി മഅ വുജൂദി ഗൈബത്തിൻ അമ്മാ സിവൽ മദ്കൂർ, അതിന്റെ അപ്പുറം ലാസ്റ്റാണ്. മദ്കൂർ ഏതാ? അല്ലാഹു. മദ്കൂർ അല്ലാഹു ആണല്ലോ. ആ മദ്കൂർ അല്ലാത്ത മറ്റെല്ലാത്തിനൊത്തൊട്ടും ഗായിബായിക്കൊണ്ടുള്ള ആ ദിക്റിലേക്ക് നിന്നെ അവിടുന്ന് കയറ്റാനും അതാ മദ്കൂർ വഹുവല്ലാഹു തആല. അതെങ്ങനെയാ? ഫനാക്കുക, ദിക്റിനെ തൊട്ട് പോലും ഫനാക്കി. അപ്പൊ ദിക്റിനെ തൊട്ട് ഫനാക്കാൻ ഞാനെന്താകും? ഒരു ദാക്കിറും ഒരു ദിക്റും ഒരു മദ്കൂറാണ് വരണ്ടാവും. ഇവിടെ മദ്കൂർ മാത്രമായി മാറി. അപ്പൊ എന്താകുന്നത്? ദിക്ർ ഒരു കസ്തും കൂടാതെ കണ്ട് അങ്ങനെ ഇൻമടൻറേറ്റ് ദിക്രമിട്ട് വരുന്നുണ്ടായിരുന്നു. വഹീനലിൻ യകൂനൽ ഹഖ്ഖു ലിസാനഹു, അപ്പോൾ ആ അവസരത്തിലാണ് അവന്റെ ലിസാന്, അള്ളാന്റെ ലിസാന് എന്നൊക്കെ പറയല്ലേ ഉച്ചരിക്കുന്നത്, ആവും ഞാൻ എന്ന് പറഞ്ഞത് അതാണ്. ഫൈൻ ബതശഹാദ ദാക്കിറു, ഈ ദാക്കിർ വല്ലതും പിടിക്കുകയാണെങ്കിൽ കാന യദ്ഖുല്ലത്തി യബ്തശു ബിഹാ, ആ കുർസിയ ഹദീസിലില്ലേ വൈൻ സമിഅ കാന സമഅഹു അല്ലദീ യസ്മഉ ബിഹി, എന്നൊക്കെ പറഞ്ഞ ഈ അവസ്ഥയിലേക്കാണ്. വഹാദിഹിൽ മആലിമു വൽ മറാഖി, ഈ മആലിമുകളും മറാഖിന്റെ ഈ പടിപടികൾ ഏതെല്ലാം? ഒന്ന് ഗഫലത്തോടുകൂടിയുള്ള ഇസാനിയായ ദിക്ർ, പിന്നെ യഖലത്തോടുകൂടിയുള്ള ദിക്ർ, ഹുദൂറോടുകൂടിയുള്ള ദിക്ർ, ഗൈബത്തുൻ നമാസിബൽ മദ്കൂറായ ദിക്ർ. ഈ പടികള് ലാ യഅരിഫു ഹഖീഖതഹ ഇല്ല സാലിഖൂൻ, സാലിഖീങ്ങളായ ആക്കലിലാണ് ഇങ്ങനത്തെ പടികൾ ഉണ്ടെന്ന് തിരിയൂല. നമുക്ക് കാണാൻ പടിങ്ങനെ പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. സുലൂക്ക് ചെയ്താൽ ഇങ്ങനത്തെ പടികളുണ്ടെന്ന് വരും. വിജിദാന്, അത് അനുഭവത്തിൽ കൂടി എത്തിക്കൽ സാലിഖ്യങ്ങൾക്ക് മാത്രം. വൽ ഉലമാകോ, ഈ മാനം വത്തസ്തേക്ക് ഉണ്ടെന്ന് അംഗീകരിച്ച് വിശ്വസിച്ചോടാന്ന് മാത്രം. അതാണ് ഇൽമും
വിജുദാനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന സാധനം ഇത് കഴിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞത് അംഗീകരിച്ചോളാം. അത് ബാക്കി വെച്ചിട്ട് രുചിച്ചറിയുന്ന മറ്റൊരു കാര്യം. അത് മറ്റൊരു പഠിക്കേണ്ട പന്ത്രണ്ട് ഏത് ലളിക്കും ജലിയും ജലിയും സിദ്ധിയ ഹഫിയ അഫാമ്, അത് മറ്റൊരു തർത്തീബാണ്. ഇതേ ദേശം ഇതേ പഠിക്കുക തന്നെ. ഈ പറയപ്പെട്ട എന്തെങ്കിലും കളവാക്കല്ല നീ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഹാരിക്കീങ്ങളോടൊപ്പം നീ ഹലാക്കായി പോണ്ടാം. വലമ്മാക്കാനൽ മുരീദു, ഒരു മുരീദായപ്പോൾ ഈ പറയപ്പെട്ട മഖാമിലേക്ക് എത്തലുണ്ട് അങ്ങനെ ഒന്ന് എന്ന് ബഈദായി തോന്നിപ്പിച്ചേക്കൊന്ന് കണ്ടപ്പോ നഹാഹു ബിഖൗലിഹി, മൂപ്പർ കൗല് കൊണ്ട് പറയുന്നു വമാദായി കലല്ലാഹി അസീസ്, അള്ളാഹ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ കയറ്റിക്കൊണ്ടപ്പോക്കുന്നു അള്ളാഹ്ക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. യന്നഹു ഖാദിറുൻ അലാ കുല്ലി ഷൈഇൻ ഫഅലൽ മുരീദിൽ ഖിയാമ ബിൽ അസ്ബാബ്, അതുകൊണ്ട് മുരീദിന്റെ കടമ എന്താണ്? അസ്ബാബ് മാറ്റി നിർത്തിക്കൊള്ളുക. ഫമിനല്ലാഹിൽ വുസൂൽ വറഫ്ഉൽ ഹിജാബ്, വുസൂലും റഫ്ഉൽ ഹിജാബും അള്ളാഹുടെ അത്ര കിട്ടേണ്ടതാണ്. അപ്പൊ ആ പണി അള്ള ചെയ്യുന്ന കാര്യത്തിൽ കഴിയൂല എന്ന് പറഞ്ഞ നേരം അത് അവിടെ തീർന്നു. അതിന് മനുഷ്യന്റെ കൽബ്, ഹയാത്തുള്ള കൽബുണ്ട്, മരിച്ച കൽബുണ്ട്. ഹയാത്തുള്ള കൽബുണ്ട്, മരിച്ച കൽബുണ്ട്. മരിച്ച കൽബായ കൽബുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പണി നടക്കൂല, അവന് ചത്തുവായുണ്ടാവില്ലേ. ആ കൽബ് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന അലാമത്ത് എന്താ ഉള്ളതെന്നാണ്. നമുക്ക് രണ്ട് അലാമത്ത് ഇവിടെ പറഞ്ഞു വരുന്നു. വേറെ അലാമത്ത് ഉണ്ട്, വേറെ അലാമത്തുകളുണ്ട്, പക്ഷെ രണ്ടേ പറയുന്നുള്ളൂ. അതുകൊണ്ട് മിൻ അലാമാത്തിൽ മിന്നിട്ടല്ല പറയുന്നത്, അലാമാത്തിൽ പെട്ടതാണ്. മിൻ അലാമാത്തി മൗത്തിൽ കൽബി, കൽബ് മരിച്ചിരിക്കുന്നു എന്നതിന്റെ അലാമാത്തിൽപ്പെട്ടതാണ് ആര കൽബ്, കൽബുൽ മുരീദ്. അതുമുൽ ഹുസ്നി അലാമാ ഫാതക മിനൽ മുവാഫഖാത്ത്, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥയും എല്ലാം കിട്ടി. ആ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ കണ്ട് അത് നഷ്ടപ്പെട്ടു പോയിട്ട് അങ്ങനെ നഷ്ടം വന്നല്ലോ എന്നുള്ളൊരു ദുഃഖം മോനെ കൽവിൽ പിടികൂടുന്നില്ല. റമദാൻ മാസം കഴിഞ്ഞു പോയി, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയി, നല്ല ചാൻസ് ആയിരുന്നു, അത് വന്നിട്ട് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ആ ദുഃഖം അവന്റെ കൽവിലില്ല. എന്നാ എന്നെ കൽബ് വെച്ചത് കൊണ്ടാണ് മനസ്സിലേക്ക് വന്നു. ലൈലത്തുൽ ഖദ്ർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മുവാഫഖാത്ത്, ഇവർക്ക് വേണ്ടുന്ന എന്തെല്ലാം അനുകൂല സാഹചര്യം ഉണ്ട്. ചിലപ്പോൾ ഇൽമ പഠിക്കാനുള്ള എല്ലാ സാഹചര്യം ഒത്തിട്ടുണ്ടാവും, പക്ഷെ പഠിക്കാൻ കൂടിയില്ലല്ലോ. പക്ഷെ കൂടിയില്ല എന്നുള്ളതിലോ എനിക്ക് ദുഃഖവുമില്ല, അത് നഷ്ടപ്പെട്ടതിനെ പറ്റിയൊരു ഖേദപ്പാടുമില്ല. അതൊരു ഭാഗം. തെറ്റുകുറ്റങ്ങളാകുന്ന പല കാര്യം ചെയ്തതിനെ സംബന്ധിച്ച് ഇവർ നദാമത്തും തോന്നുന്നില്ല. അതൊരു മറ്റൊരു വശം. മിനസ്സല്ലാത്തല്ലത്തി തൂജദു മിൻക, ഇതാണ് മൗത്ത്, കൽബ് മരിച്ചതിന്റെ അലാമത്ത്. ഹയാത്തിന്റെതോ വഅലാമത്തു ഹയാത്തിഹി ബിൽ അൻവാരിൽ ഇലാഹിയ്യത്തി, ഇലാഹിയായ അൻവാർ കൊണ്ട് ഹയാത്താതിന്റെ അലാമത്ത്. വഇല്ലം തുദ്രിക്ഹാ ലിഗലബി ഹിജാബിക, അത് ആ ഹയാത്തിന് എനിക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടൂല. എന്തുകൊണ്ടാണെന്നറിയോ? ലിഗലബി ഹിജാബിക, ഹിജാബിന് കട്ടി കൂടിയാല് അത് ചിലപ്പോ നമ്മുടെ അനുഭവത്തിൽ തിരിയൂല. എന്നാൽ അലാമത്തുണ്ട്. അതേതാ? ഹുസ്നുക അലാ മാ ഫാതക മിന ത്വാആത്ത്, താഅത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ സംബന്ധിച്ചുള്ള ഒരു ദുഃഖം, അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഖേദം. വനദമുക അലാ മാ ഫഅൽത മിന സല്ലാത്തിനാ, നീ ചെയ്തു പോയതിനുള്ള ഖേദം. അത് ഞാൻ നേരെ മഫഹൂമെടുത്തതാണ്. അപ്പൊ ഫതഫറഹു ബിസുദൂരിൽ അഅമാലി മിൻക, നിന്റെ മക്കൾ നിന്ന് നല്ല നല്ല അഅമാൽ ഉണ്ടാകുന്ന അവസരത്തിൽ സന്തോഷിക്കും. ഫറഹൻ ശദീദ, നല്ല സന്തോഷം. വതഗർതമു അലാ സുദൂരിൽ മുഖാലഫാത്ത്, വന്ന വകയിൽ ഇവനിക്ക് വല്ലാതെ ദുഃഖം ഉണ്ടായിത്തീരും. വദാലിക ദലീലുൻ അലാ അന്നക മിൻ അഹ്ലിൽ ഇറാദത്തിൽ മഹബൂബീന ലില്ലാഹ്, അല്ലാഹു തആലയുടെ അടുക്കൽ മഹബൂബായ ഇറാദത്തിന്റെ ഹരിയാൽപ്പെട്ട കൽബ് ഹയാത്തുള്ള ആളാണെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ഫജിദ്ദ ഫിസ്സൈർ, ആ സൈർ യാത്ര നല്ലോണം ശക്തി കൂട്ടിക്കോ. വലാ തക്സൽ, മടിയനാവല്ല എന്ന് പറഞ്ഞു. ഞാൻ തോർന്നു. എന്താ പറയുന്നത്? ദോഷങ്ങളെ നമ്മൾ അലീമായി കാണണം. ദോഷങ്ങൾ മോശപ്പെട്ടതായി അലീമായി കാണണം. പക്ഷെ അലീമായി കണ്ടിട്ട് വയ്യത്തലക്ക് അള്ളാഹ്ക്ക് പുറത്തു തരാൻ കഴിയാത്ത അത്ര അലീമായി പോയി എന്ന് വിചാരിച്ചിട്ട്
അള്ളാന്റെ റഹ്മത്തിനാക്കാണ് വലിയ ദോഷമാണ് നിന്റെ ദോഷം നീ വഹിക്കുന്ന ചുറ്റുപാടിലേക്ക് എത്താൻ പാടില്ല. അപ്പൊ അത് അതിൽ കഴിഞ്ഞു വരില്ല. അള്ളാന്റെ സിഫത്തല്ലേ റഹ്മത്തും മഹഫറത്തും. ആ മഹഫറത്തിനാക്കാണ് വലുതാന്ന് എന്റെ ദോഷം എന്ന് പറഞ്ഞാൽ എന്തായി? ഹാരിസ് ഖദീമിനാക്കാണ് വലുതാന്നല്ലേ വന്നത്. അപ്പൊ അള്ളാഹിലേക്ക് നിരാശയിലേക്ക് എത്തിച്ചില്ല, അതും പറ്റൂല. അതേ അവസരത്തിൽ ദോഷം ചെറുതായി കാണാനും പാടില്ല. വീണ്ടും 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 ദോഷം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കത്തക്ക രീതിയിൽ ആ ലാഘവത്തോടെ കാണാനാവും പാടില്ല. രണ്ടും പറഞ്ഞു. നിന്റെ അടുക്കൽ ദോഷം വലുതായി കാണരുതേ. അളമത്തൻ, അതാണ് ഉപരി വിരോധിക്കുന്നത്. തീരെ അളിയുമായി കാണണ്ടെന്നല്ല, മുക്കയ്യതാണ് ഉപരി നിഷേധിക്കുന്നത്. എങ്ങനത്തെ അളമത്തൻ? അളമത്തൻ തസുദ്ദുക്കാൻ ഹുസ്നുല്ലന്നില്ല, അള്ളാഹുവിനെ കൊണ്ടുള്ള ഹുസ്നുല്ലന്നിയെ തൊട്ട് നിന്നെ തടയുന്ന ഒരളമത്ത് നിന്റെ ദോഷത്തിന് നീ കാണാൻ പാടില്ല. തീരെ കണ്ടുകൂടാന്നല്ല പറയുന്നത്. അതെങ്ങനെ അത് തടയല്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശയിലും ഇച്ഛാറംഗത്തിലേക്കും നിന്നെ ചാടിക്കത്തക്ക രീതിയിലായി പോവുക. ഫഹാദിഹ അലമത്തും മദ്മൂമത്തും, അതാണ് ദോഷങ്ങളെ മദ്മൂമത്തായ അലമത്തായി കാണലെന്ന് പറഞ്ഞത്. ഖാദിഹത്തും ഫിൽ ഈമാൻ, അത് ഈമാനിന് കോട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വഹിയ ശർറുൻ അലൈക, അത് ഷർറാണ്. മീൻ ദുനൂബിക, ദോഷം ചെയ്തതിനേക്കാണ് കടുപ്പ ഷർറാണ് ഈ ദോഷം, അതീമാണ് തോന്നിപ്പോക്ക്. എങ്ങനത്തെ അളമത്ത്? അള്ളാഹിനെ പറ്റിയുള്ള ഹുസ്നുല്ലന്നിന് പോലും പ്രതിബന്ധമായി തീരുന്ന രീതിയിൽ. വസബബുഹ, അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ അളമത്തിന്റെ ജഹ്ലുക ബിസിഫാത്തി മൗലാക്ക, നിന്റെ മൗലയായ അള്ളാഹിന്റെ സിഫാത്തിനെ കൊണ്ടുള്ള ജഹ്ലു വന്നു. അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ചോ റഹ്മത്തിനെ കുറിച്ചോ ദോഷികളോട് അവന്റെ മുആമലയെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്കുണ്ടായിട്ടില്ല. പിന്നെ പറയാം അതല്ല ഉമ്മാരെ വാറ്റിൽ തന്നെ പഠിച്ചിട്ടില്ലേ അങ്ങനെയെന്ന്. പക്ഷെ പഠിപ്പിച്ചു കൊടുത്താൽ ആടെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഉമ്മാരെ വാറ്റി ടൂട്ടറുണ്ടോ ലത്തീൻ തന്നെ പഠിപ്പിക്കുന്നത് അള്ളാഹു സിഫാത്തിനെ പറ്റിയല്ല. ജനിക്കുമ്പോൾ എന്തായാലും പഠിച്ചിട്ടാവുന്നവിടെ ആർക്കുണ്ടോ? മാത്രമല്ലോ ഔഖൂഫിക്കമായ നഫ്സിക്ക, നിന്റെ നഫ്സിനോടൊപ്പം നീ നിന്നും പോയി. കാരണം നിന്റെ നഫ്സിൽ നിന്ന് വരുന്നത് ഹൈറായാലും ഷർറായാലും അത് അള്ളാഹിനെക്കാളും വലുതാൻ തോന്നിക്കളഞ്ഞു. നഫ്സിനെ വലിയ വലിയ സ്ഥാനം കൊടുത്തോണ്ടല്ലോ ഇത്. ഫഇന്നഹു മൻ അറഫ റബ്ബഹു, റബ്ബിനെ ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാരിഫത്തൻ ഹഖീഖിയത്തൻ, യഥാർത്ഥത്തിലുള്ള അറിവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്തസ്ഗറ ഫീ ജംബി കറമിഹി ദംബുഹു ദംബഹു, അള്ളാഹുവിന്റെ കറമിന്റെ ജാനിബിലേക്ക് ചേർന്ന് നോക്കുമ്പോൾ അവന്റെ ദമ്പ് ചെറുതായിട്ടാണ് ഉണ്ടായിത്തീരുക. അപ്പൊ ഫഅയ്യു ദംബിൻ ലാ യസഉഹു അഫ്വുഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ അഫ്വിൽ ഒതുങ്ങാത്ത എന്ത് ദമ്പാണ് ഇവിടെ ബാക്കിയുള്ളത്? ഇനി പറയുന്നു, അമ്മാ അലമത്തു ദംബില്ലത്തി തഹ്മിലു മുർതകിബഹു അല തൗബത്തി മിൻഹു, ഇനി നമ്മൾ മഹ്മൂദായ ഒരു അലമത്തുണ്ടെന്ന് പറയും. ആ ദോഷം ചെയ്തത് മോശമായിപ്പോയി, അത് തൗബയില്ലെങ്കിൽ എനിക്ക് അള്ളാഹിനെ കൊണ്ട് അടുക്കാൻ കഴിയൂലല്ലോ എന്ന് അവന് ആ മനസ്സിൽ ആ ദുഃഖം ഉണ്ടാക്കുന്ന അലമത്ത്, അതാണ് മഹ്മൂദായ അലമത്ത്. അതാ അല്ലത്തി തഹ്മിലു മുർതകിബഹു അല തൗബത്തി മിൻഹു, ആ ദോഷത്തിനെ തൊട്ട് തൗബ ചെയ്യുന്ന മേലിൽ ആ പാവിയായ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു അലമത്തുണ്ട്. വൽഇഖ്ലാഇ അൻഹു, അതിനെ തൊട്ട് പിന്തിരിയാനും അവനെ പ്രേരിപ്പിക്കുന്നു. തൗബ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തേക്ക് ചേർത്തിട്ടായിരിക്കും. ഇഖ്ലാ എന്ന് പറഞ്ഞോ ഇപ്പം നിലവിലുള്ളതിനെ തൊട്ട്. വസിദ്ഖൽ അസ്മി, അത് ഭാവിയിലേക്ക് ചേർത്തിട്ട്. മൂന്നെണ്ണയില്ലേ? അലാ അല്ലാ യഊദ ഇലാ മിസ്ലിഹി ഫഹിയ അലമത്തുൻ മഹ്മൂദത്തുൻ, അത് മഹ്മൂദത്തായ അലമത്തുന്നാ പറയുക. വഹിയ മിൻ അലാമാത്തി ഈമാനിൽ അബ്ദ്, അത് അബ്ദിന്റെ ഈമാനിന്റെ അലാമത്തുമാണ്. അതിന് തെളിവ് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ദോഷങ്ങളെ അവൻ കാണുന്നത് കഅന്നഹാ ഫീ അസ്ലി ജബലിൻ, ഒരു മലന്റെ താഴ്വരയിൽ ഇരിക്കുന്നവനെ പോലെയാണ്. ഖാഫ അൻ യതഅലി, ഏതവസരത്തിൽ ആ മല പൊട്ടിയിട്ട് ഇവന്റെ കയ്യിലേക്ക് വീഴും എന്ന് പേടിച്ചിരിക്കുന്നവനെ മാതിരിയാണ്. ഏതവസരത്തിൽ ഈ മല പൊട്ടിയിട്ട് ഇപ്പം വീണു പോകും എന്ന് പേടിക്കും പോലെയാണ് മുഅ്മിൻ ദോഷത്തിനെ കാണുന്നത്. അപ്പോൾ ഒരു അളമത്ത് അവിടെ ഉണ്ട്. വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു, ഫാജിറായ മനുഷ്യൻ അവന്റെ ദോഷം കാണുന്നത് കദുബാബിൻ വകഅലാ ഫീ, മൂക്കത്ത് വെച്ചിയ ഈച്ചനെ പോലെ. അതിനെന്താ പോലെ ഇങ്ങനെ ആക്കിയാ പോലെ. ഇതാ ഖാല ബിഹി ഹകദാ വഅതാറു, ഇങ്ങനെ ഇങ്ങനെയുള്ള കേസ് അപ്പൊ അറിയില്ലേ, ഇത് നമ്മുടെ ദോഷത്തിന് അർത്ഥമുള്ളൂ. അപ്പൊ അത്രയും സാരാണ് എന്റെ ദോഷം. എനിക്ക് ഒരു ദൂഷ്യം ചെയ്യൂലെന്ന് തോന്നിക്ക്. വയുഖാലു ഇന്ന ത്വാഅത കുല്ലമ ഇസ്തസ്വറത് കബറത ഇൻദല്ലാഹ്, പറയപ്പെടാറുണ്ട് ഒരു മനുഷ്യന്റെ ത്വാഅത്ത് എത്രത്തോളം ചെറുതായി കാണുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ അത് വലുതാവും. വഇന്നൽ മാസിയത കുല്ലമ സഗറത് ഇൻദല്ലാഹ്,
ദോഷങ്ങള് നീ എത്രത്തോളം ഗൗരവമായി കാണുന്നുവോ അത്രത്തോളം അള്ളാഹിന്റെ അടുക്കൽ ചെറുതായി വരും. പക്ഷെ അത് വലുതാക്കി അള്ളാഹിനാക്കണം വലുതാക്കാനും പറ്റൂല. ഇനി പറയുന്നതാ സഗീറത്ത് കബീറത്ത് നമ്മൾ രണ്ടാക്കി തിരിച്ച്. സഗീറത്ത് എന്ന് പറഞ്ഞാൽ സാരയില്ലാത്തതും കബീറത്ത് എന്ന് പറഞ്ഞാൽ സാരമുള്ളതും. ഈ സഗീറത്തിന് സാരമില്ലാന്ന് ആരാ പറഞ്ഞാന്ന് ചോദിക്കുന്നു. അത് കറാഹത്തല്ലേ? അത് ചെറുദോഷല്ലേ? ചെറുദോഷത്തിന് ശിക്ഷയില്ലാന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് നമുക്കൊരു ചോദ്യം. അള്ളാഹുത്താല നീതിന്യായത്തിന്റെ ആ നിയമം ചങ്കുലെടുക്കുകയാണെങ്കിൽ സഗീറത്തും കബീറത്തും വ്യത്യാസമില്ല. അപ്പൊ ചിലപ്പോ അള്ളാന്റെ അതിലായിരിക്കും, ചിലപ്പോ അള്ളാന്റെ പതിലായിരിക്കും വരിക. ഏറെ അവസരത്തിൽ എന്താ വരുന്നതായിരിക്കും അതില്ല. അതുകൊണ്ട് പറഞ്ഞ സഗീറത്ത ഇലാ ഖാബലക അദ്ലുഹു വലാ കബീറത്ത ഇലാ വാജഹക ഫദ്ലുഹു. അവിടെ കണ്ട കാബലക്ക എന്ന അതിലിന്റെ ഭാഗത്ത് കാബലയാണ് പ്രയോഗിച്ചത്, ഫദ്ലിന്റെ ഭാഗത്ത് വാജഹയാ പ്രയോഗിച്ചത്. നോക്ക്, ലാ സഗീറത്ത, സഗീറത്ത് എന്ന് പറഞ്ഞിട്ട് നിന്റെ കുട്ടിയൊക്കൊന്നും ചെയ്യൂല, സാരിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ല. മിനൻ ദുനൂബിക ബൽകുല്ലുഹ കബായിറായി കണക്കാക്കപ്പെടും. എപ്പോഴ് അള്ളാഹുവിന്റെ അതില് നിന്നെ മുക്കാബല ചെയ്യുകയാണെങ്കിൽ, അവര് ചെയ്ത ഓരോന്നിനും പ്രതികാരം എടുത്തുകൊണ്ട് നീതിയോടുകൂടി അത് വിധിക്കാൻ വെച്ചാൽ ഇവിടെ സഗീറത്ത് കബീറത്തില്ല. കാരണം സഗീറത്ത് ചെയ്യാനും അള്ളാഹു നന്ദി കടഞ്ഞാ കാട്ടി അല്ല ചെയ്ത നിയമത്തിനാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സഗീറത്തെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? അപ്പൊ അതിനനുസരിച്ച് മുക്കാബല ചെയ്തിട്ട് പിടികൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഗീറത്തിന്റെ ബസ്സട വരൂല. അതേതാ അതില് വഹുവ തസർറുഫുഹു ഫീ മിൽകിഹി മിൻ ഗൈരി ഹജ്രിൻ അലൈഹി, അവന്റെ യാതൊരു തടസ്സവുമില്ലാതെ അവന്റെ അധികാരത്തിൽ അവൻ തസറുഫ് നടത്തലാണ് അതിലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സിഫത്തുൽ അദിലി, അതിൽ എന്ന സിഫത്ത് വെളിപ്പെട്ടാൽ ആരമേൽ അലാമൻ അബ്ഗദഹുല്ലാഹു തആല വമഖതഹു, അല്ലാഹു തആല ദേഷ്യം പിടിക്കുകയും കോപിക്കുകയും ചെയ്ത ഒരാളെ മേലിൽ അതിലെന്ന സിഫത്ത് വെളിപ്പെട്ടു. എന്നാ ബതലത്ത് ഹസനാത്തുഹു, ഹസനാത്തിൽ ഇതിനാണ് സ്ഥാനമില്ല. വആദത സഗായിറുഹു കബായിർ, സഗീറത്തല്ല കബീറത്തായിട്ടാണ് കണക്കാക്കപ്പെടുക. ഇനി വലാ കബീറത്ത, കബീറത്ത് എന്ന് പറഞ്ഞിട്ട് നീ നിരാശപ്പെടുകയും വേണ്ട. എപ്പോഴില്ല വാജഹക ഫദ്ലുഹു, അവന്റെ ഫദ്ല് നിന്നിലേക്ക് മുന്നിട്ട് വരുന്ന അവസരത്തിലാണെങ്കിൽ, ഏതാ ഫദ്ല് ഇഅ്താഉ ശൈഇ ബിഗൈരി നിവദിൻ, യാതൊരു ഇവതും ഇല്ലാത്ത രീതിയിൽ പ്രതിഫലം അങ്ങോട്ട് ചോദിക്കാതെ ഒരു ശൈനെ കൊടുക്കല. അതാണ് വാജഹക്കാന്ന് പ്രയോഗിക്കാൻ കാരണം. മുഖാമിലല്ല, പകരത്തിന്റെ പകരല്ലല്ലോ. ബൽ ജമീഉ ദുനൂബിക ഹീനഇദിൻ സഗായിറു, ആ അവസരത്തിൽ നിന്റെ ദമ്പുകൾ മുഴുവനും സഗായിറായിരിക്കും. ഫൈദാ ദഹറ സിഫത്തുൽ ഫദ്ലി, അല്ലാഹുവിന്റെ ഫദ്ൽ എന്ന സിഫത്ത് വെളിപ്പെട്ടാൽ ലിമൻ അഹബ്ബഹു, അവൻ സ്നേഹിച്ചൊരാൾക്ക്, ഇത് മഹല്ലത്ത് സയ്യിആതുഹു, ഇവന്റെ സയ്യിആത്ത് മുഴുവനും അത് തേഞ്ഞുമാഞ്ഞു പോയിരിക്കുന്നു. വറജഅത്ത് കബായിറുഹു സഗായിറ, കബായിറുകളെല്ലാം സഗായിറായി മാറി സയ്യിആത്തെല്ലാം തേഞ്ഞുമാഞ്ഞു പോയി ചെയ്തു. അപ്പൊ ചെറുകുറ്റെല്ലാം തേഞ്ഞുമാഞ്ഞു പോവുകയും ചെയ്തു, കബായിർ സഗായിറായിട്ട് ബാക്കിയായി. അതിലുണ്ടായി വലിത, ഇതിലേക്ക് നോക്കിയിട്ടാണ് കാല സാബിലി തങ്ങളുടെ ദ്വായിൽ കാണാം വജഅൽ സയ്യിആതിനാ സയ്യിആതി മൻ അഹ്ബബ്താനു പറഞ്ഞതാണ്. ഹിസ്ബുൽ കബീറിലാണ് നമ്മുടെ സയ്യാത്ത് എന്താക്കണം എന്നറിയോ? നിന്റെ മഹബൂബികളെ സയ്യാത്ത് പോലെയാക്കണം എന്നാ പറഞ്ഞത്. എന്തായി തേഞ്ഞു വാഞ്ഞു പോകുന്നതാക്കണം. വലാതജൻ ഹസനാത്തിനാ ഹസനാത്തി മൻ അബ്ഗദത, നീ ദേഷ്യം പിടിച്ച കൂട്ടർക്കുള്ള ഹസനാത്ത് പോലെ നമ്മുടെ ഹസനാത്താക്കല്ലാന്ന് ഒന്നാച്ചിക്കാം, അങ്ങനെ ആക്കല്ലാന്ന് പറഞ്ഞ അവിടത്തേക്കാം. ഇനി അവിടെ തീർന്നു. ഇനി പറയുന്നത് കബൂലാക്കപ്പെടാൻ തെറ്റി അമലേതാണ്. ഏതൊരു അമൽ ചെയ്തിട്ട് ആ അമലിനെ അവന്റെ കൺമുമ്പിൽ നിന്ന് അസ്തമിച്ചു പോയോ, ഞാനിങ്ങനെ അമൽ ചെയ്തു എന്നുള്ള ബോധയെ എനിക്കില്ല. ചെറുതാഴ്ച കഥയില്ല അൺകുട്ടികൾ. മറ്റാകുമ്പോ അമൽ വിറ്റാട്ടാക്കി ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് ഓഫീസിലേക്ക് അറിയിച്ച് ഞാൻ ഇത്ര ദിക്റിയിട്ടുണ്ട്, അതൊന്നും അമൽ ചെയ്ത ആ കഥയും കിട്ടി വിട്ടേക്കുക. ചെയ്തിട്ടില്ലാത്ത പോലെ അത് കണ്ടിലടങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു അമലാണ് ഇവന്റെ കൺമുമ്പിൽ നിന്ന് അത് മറഞ്ഞു പോയിട്ടുണ്ടോ എന്നാൽ കബൂലിന്റെ മക്കാമിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അമലിന്റെ മുമ്പിൽ തന്നെ എടുത്തന്നെയുള്ള പോയിട്ടില്ല, ആ മക്കാമിലേക്ക് കയറിയിട്ടില്ല. അത് കബൂല് എന്ന് പത്തിന് വെച്ചിട്ട് അവിടെ തന്നെ തിരിച്ചിട്ടിട്ട് കുലൂബ് എന്നുണ്ട്, കൽബുകളെ നന്നാക്കാൻ പറ്റിയ അമല് എന്ന് അർത്ഥം അന്നേരം കിട്ടുക. നോക്ക്, ലാ അമല
അവിടെ ഒരു അലിഫ് പറയുന്നു ലാ അമല അർജാലിൽ കബൂൽ. ഇവിടെ കബൂലാണ് ഇപ്പുറം മത്തിനി കൊടുത്തത്. ആ കബൂൽ എന്താ കൊടുത്തത്? കബൂൽ ഇല്ലാഹി ലഹു, അല്ലാഹു തആല ആ അമലിനെ കബൂൽ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു അമലില്ല മിൻ അമലിൻ, ഒരമലിനേക്കാൾ. എങ്ങനത്തെ അമലി? യഗീബു അൻക ശുഹൂദുഹു, ആ അമലിന്റെ ശുഹൂദ് നിന്റെ കൺമുമ്പിൽ നിന്ന് മനസ്സിൽ നിന്ന് അങ്ങനെ തന്നെ മറഞ്ഞുപോയി. ഞാൻ ചെയ്തതായിട്ട് ഓർമ്മയേയില്ല, അല്ല ഞാൻ ഇത്തരം ജില്ലയാളാന്ന് അത്ര പാടിയാളാന്ന് ഇതിന്റെ കഥയില്ല എനിക്കില്ല. അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ശുഹൂദ് ഇല്ലായ്മത്ത് ബിയാൻ തശഹദ അന്നല്ലദീ വഫഖക ലഹു ഹുവല്ലാഹു തആല, ആ അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്തത് അല്ലാഹു തന്നെയാണ്. വലൗലാഹു മാ സദറ മിൻക ദാലിക്കൽ അമൽ, ആ തൗഫീഖ് എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ആ അമൽ നിന്നിൽ ഉണ്ടാവൂല. അപ്പൊ അമലിന്റെ ഉത്തരവാദിയായി അല്ലാഹു തആലക്ക് വിട്ട് നിന്റെ ശുഹൂദില്ല. മാത്രമല്ല വയഹത്തഖിറു ഇൻദക വുജൂദുഹു, ആ അമലിന്റെ വുജൂദ് നിന്റെ അടുക്കൽ അത് സ്ഥാനമില്ലാത്ത രീതിയിലാ വരുന്നത്. ചെയ്താണെന്നല്ല. അതങ്ങനെ നബി അല്ലാ തഅതമിദ അലൈഹി ഫീ തഹ്സീൽ അംരിൻ മിനൽ ഉമൂർ, കാര്യങ്ങളിൽപ്പെട്ട കാര്യം എന്താവട്ടെ അത് കരസ്ഥമാക്കാൻ വരുന്ന വിഷയത്തിൽ ഈ അമലിന്റെ മേൽ നിനക്ക് ഏറ്റിമാദില്ലായ്മയാണ് ആ ഇഹ്തിഖാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമൂർ ഏതാ? കൽ വുസൂലി ഇലല്ലാഹി തആല വൽ ഖുർബ മിൻഹു, അള്ളാഹുവിലേക്ക് അടുക്കല്, അതിന്റെ വുസൂലി, അല്ലെങ്കിൽ നെയ്ലുൽ ദറജാത്ത് മഖാമാത്ത്, അതിനൊന്നും ഇത് ഏറ്റിമാദ് ചെയ്യാൻ പറ്റൂല. എന്താ അത്ര മോശം? ലിറുയത്തിക്ക് തഫ്സീറത്തിഹി, ആ അമലിലെല്ലാം തഫ്സീർ നടന്നിട്ടുണ്ട് എന്നാ നീ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തഫ്സീറുള്ള അമല് അള്ളാഹുടെ അടുക്കൽ കയറ്റാൻ പറ്റൂല എന്നാ നീ വല്ല ചിന്ത. വാദിമ സലാമത്തി മിനൽ ആഫാത്തിൽ മാനിയത്തി മിൻ കബൂലിഹി, കബൂൽ ചെയ്യുന്ന തൊട്ട് തടയുന്ന ആഫാത്തിനൊത്ത് സലാമത്ത് ആയിട്ടില്ല എന്നാണ് ഇവന്റെ വിശ്വാസം. അത് നമ്മളെ റായത്തിൽ പറഞ്ഞത് തന്നെയല്ലേ, വമൻ ഹല്ല മിൻ ഹസ്നിൽ ഇനാബാതി മൻസില യറൽ ഐബ ഫീ അഅമാലിഹി വഹുവ മുസ്തബ്രീന, മടനം നിർത്തിയത്. വമൻ ഹല്ല, ഒരാളിറങ്ങി, മിൻ ഹസ്നുൽ ഇനാബത്തി, ഹസ്നുൽ ഇനാബത്തി എന്ന പദവിയിൽ നിന്നിറങ്ങി, മൻസിൽ എന്ന പദവിയിൽ ഇറങ്ങിയാല് അവർക്ക് എന്താ ഉണ്ടായത്? യറൽ ഐബ ഫീ അഅമാലിഹി, അവന്റെ മുഴുവൻ അമലിലും കുറ്റവും കുറവേ അവൻ കാണുന്നു. ചെയ്ത അമലൊന്നും ശരിയായിട്ടില്ല, ഈ അമലും പറ്റില്ല, ഈ അമലും അത് മാറ്റി ചെയ്യണം, അത് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടോ എത്തരത്തിൽ വാഹു മുസ്തബിരി, യഥാർത്ഥത്തിൽ ആ അമലിനെ തൊട്ടോനി ഈ ഐബിളിന് ഇസ്ലാമിൽ അതില്ലാൻ തന്നെ ഓന് ശറയായ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെന്നെ മട്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ ഇവന്റെ കാഴ്ചയിൽ അമല് വേണ്ട പോലെ ആയിട്ടില്ല. 1000 നിൽക്കുകയില്ലേ, എന്താ 1000 നിൽക്കുക, ഒന്നും തുമ്പായിട്ടില്ല, ഒന്നുകൂടെ മാറ്റണം തോന്നുന്നു. നിക്കാരം മാറ്റം പെട്ടില്ല, അത് വിശ്വാസമാണ്. ശറയ നിശ്ചയിക്കപ്പെട്ട ആദ്യം വിട്ടിട്ട് അതെടുക്കാനും പറ്റില്ല. ജമാഅത്തിൽ കുടിച്ച് മുണ്ടും മാറ്റുന്നതല്ലേ ആവശ്യമില്ലാണ്ട്. പോരിശ കുറഞ്ഞതിൽ നിന്ന് പോരിശയിലേക്ക് മാറ്റാന്നല്ലാണ്ട് പോരിശ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് മാറ്റിയില്ലല്ലോ. അത് നീ കൊണ്ടുള്ള തലാകുമ്പോൾ വഫീബാദൻ നുസഹി, മത്തിനുണ്ട് ചില നുസ്ഖയിലുണ്ട് അർജാലിൽ ഖുലൂബീന ഉള്ളത്. ഈ കബൂലിന്റെ പകരം ബാഗ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഖുലൂബീൻ. അപ്പൊ കൽബുകളെ നേരെയാക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റുന്ന അമല് വേറെയില്ല. കൽബിന്റെ ബലവത്താകുന്ന അമല് അന്നേരമ്പോ ലിസാലിഹിഹ എന്നാ വേണ്ട, ലിസലാഹിഹ എന്നാ വേണ്ടി. അർജാലിൽ ഖുലൂബ്, കൽബിന്റെ സലാഹിനെ ഏറ്റവും റജാക്കപ്പെടുന്നതല്ലേ. അത് അച്ചടിയിലെ അത് ഖുലൂബായി പോയതാണെന്ന് തോന്നുന്നു. അതിഭാഗത്ത് എന്നാലും ഈ അർജാദിൽ ഖുലൂബി, ഖുലൂബുകളുടെ സാലിഹിന്, കൽബിന്റെ സലാഹിന് റജ അല്ലേ, സലാഹിനെ റജ വെക്കുന്നു. മറ്റേ പറഞ്ഞൊപ്പിക്കണം. അതങ്ങനെ ഇബാറത്ത് അച്ചടിയിലെ പറ്റി അടിമറിഞ്ഞു വന്ന് നമ്മൾ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെമ്പോ ഞങ്ങൾ അച്ചടി വാറ്റ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടെ അർജാദിൽ ഖുലൂബ് എന്നുള്ള ഇബാറത്തെ കൊണ്ടുപോയിട്ടുള്ളൂ. അതാ പിന്നെ മോജൂദത്തിന്റെ ഐദീന ഇതിനെമ്പോ ഞങ്ങൾ പറയുക ലാ അമല അർജാദിൽ ഖുലൂബിൻ. ഓക്കെ, ومعناه على هذا الوجه أن العمل الموصوف بهذه الصفة لا التفت إليه القلب لا تبر في عدم التفاته وإليه صلاحه. على صلاح തന്നെ പറയുന്നു. അല്ല وتحرره من رق رؤيته فيبقى حينئذ مع ربه لا مع عمله ويكون ذلك على حسب مضاف تفسيره لا عمل أرجى لصلاح القلوب.
അങ്ങനത്തെ ഒപ്പ് വന്നിട്ടതാ ഇല്ലാമല സലാഹം തന്നെ. അതാണ്